Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 289 ലൈവ് വെബിനാറാണല്ലോ ഇപ്പോൾ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ക്രമീകൃതമായി കഴിഞ്ഞ 5 വർഷക്കാലം 288 വെബിനാറുകൾ നമ്മളുടെ ഈ ശനിയാഴ്ചകളുടെ വൈകുന്നേരങ്ങളെ ധന്യമാക്കി നടത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ഇടയാക്കി. വൈവിധ്യമാർന്ന വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ അതിന് പ്രകാരമുള്ള ചർച്ചകളൊക്കെ നടത്തി വളരെ അനുഗ്രഹീതമായി വെബിനാർ യാതൊരു മുടക്കവും കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്ക് പ്രാരംഭമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്നും അപ്രകാരം ഒരു പുതിയ വിഷയമായിട്ട് ഈ വെബിനാർ ആരംഭിക്കുകയാണ്. നമ്മുടെ വെബിനാറുകളെല്ലാം പ്രാരംഭ പ്രാർത്ഥനയോടും അതുപോലെ തന്നെ പ്രാരംഭ ഗാനത്തോടും കൂടിയിട്ടാണല്ലോ ആരംഭിക്കുന്നത്. ഇന്നും അപ്രകാരം തന്നെയാണ് നമ്മുടെ വെബിനാർ തുടങ്ങുവാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീമതി സിനി റേച്ചൽ മാത്യു ആണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ സംരംഭകയായി തുടങ്ങി ഇന്ന് ലോകമെങ്ങും വൈവിധ്യമാർന്ന മികവേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്ന സിനി റേച്ചൽസ് കിച്ചൻ്റെ ഉടമസ്ഥയാണ്. ഒരു സംരംഭക മാത്രമല്ല, മറ്റുള്ളവരെയും ഇപ്രകാരമുള്ള സംരംഭകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മോട്ടിവേറ്റർ കൂടിയാണ് സിനി റേച്ചൽ മാഡം. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഒരു നല്ല സ്നേഹിതയാണ്. മുൻപ് നമ്മുടെ ഈ വെബിനാറുകളിന് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ഗാനത്തിനുമൊക്കെയും നേതൃത്വം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും അപ്രകാരം പ്രാരംഭ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ഗാനത്തിനും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ശ്രീമതി സിനി റേച്ചൽ മാത്യുവിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് പിന്നിടുവാനും കർത്താവേ, എന്റെ മഹാത്മാഗാന്ധി അന്വേഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരുമിച്ച് ലൈറ്റ് ടു ലൈറ്റനായിട്ട് 289 മീറ്റിംഗ് ആയിട്ട് കൂടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ദൈവനാമ മഹിമയ്ക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഏറ്റവും നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി ഉപയോഗിപ്പാൻ ഞങ്ങളെ എന്നും ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുപാടും ദൈവ രാജ്യ കെട്ടുപണിയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന വലിയ മുഖാന്തരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ അങ്ങയുടെ കൃപയിൽ സൂക്ഷിക്കണം, ശക്തീകരിക്കണം, കൂടുതലായി എടുത്തുപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ തരട്ടെ. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്നത് അനുഗ്രഹകരമായി തീരുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും അനുഗ്രഹകരമായി തീരുവാൻ എന്നും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെയിൻ ടോക്കിനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡൊമിനിക് സാറിനെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം, സഹായിക്കണം, ശക്തിപ്പെടുത്തിക്കൊള്ളണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. താങ്ക് യു സിനി മാഡം. അനുഗ്രഹീതമായ ഗാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. എന്നാൽ വളരെ താല്പര്യത്തോടുകൂടി
ഈ ഉദ്യമങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സംരംഭങ്ങളൊക്കെയും കൂടുതൽ കൂടുതൽ ഉന്നതിയിലെത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കറിയാം തിരക്ക് പിടിച്ച സമയങ്ങളാണ്, എന്നാലും വളരെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാറിന് മോഡറേറ്ററായിട്ടിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്മിൻ കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാറാണ്. വളരെ അവിചാരിതമായിട്ടാണ് വിൽസൺ കരിമ്പന്നൂർ സാർ ഇന്ന് മോഡറേറ്ററായിട്ടിരിക്കുന്നത്. ഇന്ന് മോഡറേറ്ററായിട്ടിരിക്കാമെന്ന് സമ്മതിച്ച വ്യക്തി ട്രെയിൻ യാത്രയിലാണ്. തക്ക സമയത്ത് എത്തിച്ചേരുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് സാറിനെ അറിയിച്ചതുകൊണ്ടാണ് ഇന്ന് വിൽസൺ കരിമ്പന്നൂർ സാറ് മോഡറേറ്റർ സ്ഥാനം വഹിക്കുവാനായിട്ട് സന്നദ്ധത കാണിച്ചത്. വിൽസൺ കരിമ്പന്നൂർ സാറിനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട യാതൊരു വിധമായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആരെങ്കിലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പുതുതായിട്ട് പങ്കെടുക്കുന്നുവെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് വിൽസൺ കരിമ്പന്നൂർ സാറിനെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 288 വെബിനാറുകളിൽ സാറിൻ്റെ ഒരു പ്രത്യേക കയ്യൊപ്പുണ്ട്. സാറിൻ്റെ ഒരു ശ്രമഫലം ആണെന്ന് പറയാം. യാതൊരു മുടക്കവും കൂടാതെ വെബിനാറുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കറിയാം വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് സാറ് നിർവഹിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നൊക്കെയും വിരമിച്ചുവെങ്കിലും അതിൽക്കാൾ ഉപരി തിരക്ക് പിടിച്ച യാതൊരുവിധമായി സമയം കളയാതെ അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോർ മാത്രമല്ല, നമ്മുടെ സാമൂഹിക, സാംസ്കാരിക അങ്ങനെ മറ്റു മേഖലകളിലൊക്കെയും സാറിൻ്റെ പ്രത്യേകിച്ചൊരു സാന്നിധ്യം നമുക്കെല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മാർത്തോമ സഭയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സഭാ കൗൺസിൽ അംഗമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്. അതുപോലെ തന്നെ സാറ് ബോർവെൽ മാർത്തോമ ഇടവക അംഗമാണ്. നമ്മുടെ സഭാ ചരിത്രത്തിലുള്ള സാറിൻ്റെ അഗാധമായ പാണ്ഡിത്യമൊക്കെയും പലപ്പോഴും കാണുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മുംബൈ നവജീവൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റി ആയിരുന്നു. മുംബൈയിലെ തന്നെ മലയാള സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെയും സാറ് പ്രവർത്തിക്കുന്നു. സാറിന് അനേകം സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളൊക്കെയും വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം സാറ് ശ്രമിക്കുന്നത് വളരെയധികം സന്തോഷം ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ മികച്ച ഒരു വ്ളോഗറാണ്. അതുപോലെ തന്നെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കും, മനോഹരമായി കാര്യങ്ങൾ എഴുതും. അങ്ങനെ ജനഹൃദയങ്ങളിലൊക്കെയും നല്ല ഒരു സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കഷ്ടപ്പാടാണ് ഇപ്രകാരമുള്ളൊരു വെബിനാറുകൾ ഈ ശനിയാഴ്ചകളിൽ മുടക്കം കൂടാതെ കൊണ്ടുപോകുക എന്നുള്ളത്. എന്നാൽ ആ കഷ്ടപ്പാടൊക്കെയും വളരെ സന്തോഷത്തോടുകൂടി സഹിച്ച് ഇതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സാറ് ചെയ്യുന്നതിൽ ഒരിക്കൽ കൂടി ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ വെബിനാറിൻ്റെ മോഡറേറ്ററായിരിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടു കൂടി ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡൊമിനിക് തോമസ് സാറ്, ഇവിടെ സന്നിധരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കൂടി വന്നിരിക്കുന്ന ഏവരുമേ വിശ്വേശൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇപ്പോഴേ ബഹുമാനപ്പെട്ട ബെന്നി തോമസ് പരിമണം സാർ പറഞ്ഞ പോലെ അവിചാരിതമായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ മോഡറേറ്റർ സ്ഥാനത്തിരിക്കുന്നത്. കുറെ മുമ്പ് വരെ നമ്മൾ ക്ഷണിച്ച ഒരാളെ ആയിരുന്നു. അദ്ദേഹം ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ യാത്രയായിരുന്നു. ഇപ്പോഴേ വീട്ടിലെത്തിച്ചേരേണ്ട സമയമൊക്കെ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ആ ട്രെയിൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് മോഡറേറ്ററായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആ ചുമതല തൽക്കാലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. എന്നെ നല്ല രീതിയിൽ വളരെ കാര്യമായിട്ട്, ഞാൻ അതിനൊക്കെ യോഗ്യതയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിൽ പോലും വലിയ കാര്യമായി പരിചയപ്പെടുത്തുകയും ഇൻട്രൊഡ്യൂസ് ചെയ്ത ബഹുമാനപ്പെട്ട ബെന്നി തോമസ് പരിമണത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. നമ്മള് 2020 ജൂലൈ 25 തീയതി മുതൽ ഒരു ശനിയാഴ്ച പോലും മുടങ്ങാതെ നമ്മൾ വെബിനാർ നടത്തുന്നുണ്ട്. എന്നാൽ ഓരോ സമയത്തും ആ സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. ഇന്ന് ജാനുവരി മാസം 31 തീയതിയാണ്.
ഈ ജാനുവരി മാസം 31 എന്ന് പറയുമ്പോൾ ഇന്നലെ ജാനുവരി 30 ജാനുവരി 30 ഒരു പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ പുതിയ തലമുറയിലുള്ളവർക്കത് എത്രമാത്രം അവരതിൽ അറിവ് ഷെയർ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പല സമയത്തും ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ജാനുവരി 30 എന്ന് പറയുന്ന എന്തോ ഒരു വലിയൊരു വികാരപരമായ ഒരു ദിവസമായിരുന്നു. അത് രാവിലെ 11 മണിയാവുമ്പോഴത്തേക്കും സ്കൂളിൽ ബെല്ലടിക്കും. ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്തും. അത് ഇങ്ങനെ വർഷങ്ങളായിട്ട് പിന്നെ പല സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അത് തുടർന്നു പോകുന്നതായിട്ട് എനിക്കറിയാം. പക്ഷെ ഇന്ന് ആ ഒരു പ്രസക്തി ഒന്നും ജാനുവരി 30 ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗാന്ധിജിയുടെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് പ്രവേശിക്കുന്ന ആൾക്കാർ പോലും സൂം വെബിനാറിൽ പ്രവേശിക്കാതിരിക്കുക, അതിന് യാതൊരു പ്രാധാന്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പോഴെന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഗാന്ധിജിയേക്കാൾ ഗാന്ധിജിയുടെ കൊലപാതകം നടത്തിയ ആൾക്ക് പ്രാധാന്യം ഉള്ള ഒരു സമൂഹത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാര്യം ഗാന്ധിജിയെ പറയുന്നതിനേക്കാൾ നാഥൂറാം ഗോഡ്സെയെ പുകഴ്ത്തുവാനും പറയുവാനും ഇന്നത്തെ ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് വളരെ വേദനയോടുകൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗാന്ധിജിയെ അന്വേഷിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഡൊമിനിക് തോമസ് സാറിനെ ആ വിഷയം അവതരിപ്പിക്കുവാനും അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇരുന്ന സമയത്ത് തന്നെ ഗാന്ധിജിയെ പറ്റിയുള്ള ഡോക്യുമെന്ററികൾക്കും ഗാന്ധിജിയുടെ കൊച്ചുമകനെ കൊണ്ട് ആ ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അവതരിപ്പിക്കാനൊക്കെ ശ്രമിച്ച വ്യക്തിയും ഗാന്ധിജിയെ പറ്റി വളരെയധികം അന്വേഷണം നടത്തിയ വ്യക്തിയുമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്ന ഡൊമിനിക് തോമസ് സാറ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് വിരമിച്ച അദ്ദേഹം 30 വർഷത്തിലധികം ഒരു ബ്രോഡ്കാസ്റ്റ് മാനേജ്മെന്റിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അത് ആകാശവാണിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമല്ല ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1982 ഒരു നാഗാലാൻഡിലുള്ള ഒരു പ്രശസ്തമായ പബ്ലിക് സ്കൂളിൽ വെച്ച് ആരംഭിച്ചു. പക്ഷെ തുടർന്ന് അദ്ദേഹം ഈ ജേർണലിസത്തിലും ബ്രോഡ്കാസ്റ്റ് ജേർണലിസത്തിലൊക്കെ വളരെ താല്പര്യം എടുക്കുകയും അതിന്റെ ഒത്തിരി കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ അധ്യാപക വൃത്തി അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന നിലയിലേക്ക് മാറുകയും ആകാശവാണിയിൽ ആ കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നമുക്ക് ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വളരെയധികം ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പം ഇത്രയും കഴിവും ഇത്രയും വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി, അനവധി അവാർഡുകൾ നേടിയ വ്യക്തികളെ അനവധി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുവാനും അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും ഒക്കെ പല ഈ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ കോമ്പറ്റീഷനുകളിൽ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്ന അനവധി ഡോക്യുമെന്ററി അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം കൈവെക്കാത്ത ഫീൽഡില്ല. ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കണ്ടന്റ് ക്രിയേറ്ററ്, എഴുത്തുകാരൻ, പ്രൊഡ്യൂസറ്, എഡിറ്ററ്, കഥാകൃത്ത്, സ്റ്റോറി ടെല്ലർ, ഇതൊക്കെ ഈ ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തില് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നൈപുണ്യമുള്ള മേഖലകള് നൂതന കണ്ടന്റ് സൃഷ്ടിയെ, ഓഡിയോ പബ്ലിക് ടെസ്റ്റ് എഡിറ്റിംഗ്, പ്രൊഡക്ഷന്, അന്തർദേശീയ ബ്രോഡ്കാസ്റ്റിംഗ് മാനേജ്മെന്റ്, റിസോഴ്സ് ആൻഡ് റിസർച്ച് മാനേജ്മെന്റ്, ട്രെയിനിങ് മാനേജ്മെന്റ്, അങ്ങനെ വെബ് മാനേജ്മെന്റ് തുടങ്ങിയ അനേക രംഗങ്ങളിൽ അദ്ദേഹം വലിയ പ്രാഗൽഭ്യം കാട്ടിയ വ്യക്തിയാണ്. അതുപോലെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മാതൃഭൂമിയിലും മനോരമയും പത്രങ്ങൾ ഉൾപ്പെടെ അനേക ആനുകാലികങ്ങളില് അദ്ദേഹത്തിന്റെ ഈ
കഴിവ്, ജേർണലിസത്തിലുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആകാശവാണിയിൽ തന്നെ ആണെങ്കിൽ 8 വർഷം അദ്ദേഹത്തിന് ആകാശവാണിയുടെ അവാർഡ്, അത് പലർക്കും കൊടുക്കുന്ന അവാർഡല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ അവാർഡുള്ള അവാർഡ് 1997, 2000, 2002, 2002 2 അവാർഡ്, 2009, 2016, 2017, 2018 തുടങ്ങിയ വർഷങ്ങളിലൊക്കെയും എഴുത്തുകാരനും പ്രൊഡ്യൂസറും എന്നുള്ള നിലയിലുള്ള അവാർഡുകൾ ലഭിച്ചു. 2014 ഗാന്ധിയൻ ഫിലോസഫി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2003 ഇസ്താംബൂളിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ABU അന്തർദേശീയ മത്സരത്തില് അദ്ദേഹം എഴുതി നിർമ്മിച്ച റേഡിയോ ഡോക്യുമെന്ററി അവാർഡ് നേടി. സാറെ എഴുതി എഡിറ്റ് ചെയ്ത് നിർമ്മിച്ച റേഡിയോ പരിപാടികള് ക്രൊയേഷ്യ, ഫ്രാൻസ്, CBA, UK എന്ന സ്ഥലങ്ങളിൽ അവാർഡ് നേടി. ഇറാനിൽ വെച്ച് നടന്ന 14ാമത് അന്തർദേശീയ റേഡിയോ ഫെസ്റ്റിവലിലും അദ്ദേഹത്തിന്റെ അവതരിപ്പിച്ച ഇനത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവാർഡിന്റെ കാര്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം അതൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു 3-4 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് അവസാനിപ്പിക്കുക. 2014 USA ഫ്ലോറിഡ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന TMB കോച്ചിങ് ആൻഡ് ലീഡർഷിപ്പ് ഫെലോഷിപ്പ് ഇൻ മീഡിയ ലീഡർഷിപ്പ് പരിപാടിയുടെ ഫെലോ ആയിരുന്നു. ഇതുപോലെ അനവധി നേട്ടങ്ങള് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഗോപാൽ കൃഷ്ണ ഗാന്ധിയുടെ ശബ്ദത്തില് മഹാത്മാഗാന്ധിയുടെ ഓഡിയോ ആത്മകഥ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ച് വേർഡ്സ് ഓഫ് ദ മഹാത്മാ ഇൻ ദ വോയിസ് ഓഫ് ഹിസ് ഗ്രാൻഡ്സൺ എന്ന ശീർഷകത്തില് ഒരു പ്രക്ഷേപണം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഗാന്ധിജിയെ പറ്റി പറയാനും അതിനുപരിയായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് പ്രവർത്തിച്ചു, സാഹിത്യ രംഗത്തും ജേർണലിസത്തും രംഗത്തും പ്രവർത്തിച്ച ഒരു അപൂർവ പ്രതിഭയാണ് ശ്രീ ഡൊമിനിക് തോമസ് സാറ്. സാറിനെ ഇന്ന് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന പല മർത്തോമാ സഭയിലെ പട്ടക്കാരുണ്ട്, പ്രശസ്തമായ പല വ്യക്തികളുണ്ട്. എല്ലാവരെയും ലൈറ്റർ ടു ലൈറ്റർ മർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ വിഷയം അവതരിപ്പിക്കുവാനുമായിട്ട് ബഹുമാനപ്പെട്ട ഡൊമിനിക് തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം എല്ലാവർക്കും. ഇങ്ങനൊരു അവസരം തന്നതിന് മർത്തോമാ സ്റ്റഡി ഫോറത്തിന് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എൻ്റെ ഒരു ഉറ്റ സുഹൃത്തുമായൊരു ഷേർലി ജേക്കബാണ്. അത് നിങ്ങളുടെ മർത്തോമാ സഭയിൽപ്പെട്ടൊരു വ്യക്തിയാണ്. ഷേർലിക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം, അത് SSLC 1975 കഴിഞ്ഞതിന് ശേഷം ഞാൻ മലയാള ഭാഷയിൽ കാര്യമായിട്ട് വലിയ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കാരണം നാട് വിട്ടുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിന് ഒരു തനി നാടൻ ശൈലി അല്ലെങ്കിൽ പാലാ ശൈലി വരാൻ വഴിയുണ്ട്. കാരണം ഞാൻ പാലക്കാരനാണ്. ആദ്യമേ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഗാന്ധിയൻ എക്സ്പേർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു ഗാന്ധി ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗാന്ധി ഇഷ്ടപ്പെടുന്ന, ഗാന്ധിയെ ഒരുപാട് അറിയാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗാന്ധിയൻ സ്കോളറായിട്ടല്ല. എൻ്റെ ഔദ്യോഗിക ജീവിതം ആകാശവാണിയിൽ തുടങ്ങുന്നത് 1989 അതിനുശേഷം 2020 റിട്ടയറായി. അതുവരെയുള്ള കാലഘട്ടത്തിൽ പലയിടത്തും പല പ്രാവശ്യം പലയിടത്തും ഗാന്ധിജിയെ പറ്റി അറിയാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും നല്ല അവസരം ലഭിച്ചത് 1992 ഞങ്ങളുടെ ആകാശവാണിയിൽ പഴയ കാലത്ത് ഈ മാഗ്നറ്റിക് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അന്നേരം അവിടെ ഒരു ബണ്ടിൽ ടേപ്പ് എനിക്ക് കിട്ടി. അതിൻ്റെ അകത്ത് എന്നോട് പറഞ്ഞു, ഇത് അന്ന് ഒരു ജൂനിയർ സ്റ്റാഫാണ് ആ കാലത്ത്, ഇതൊന്ന് നോക്കുക, ഇതിനകത്ത് കാര്യമായിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക, ബാക്കി അല്ലെങ്കിൽ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടം ചെയ്യാമെന്ന് പറഞ്ഞാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ടേപ്പ് തപ്പി വന്നപ്പോൾ ഒരു ടേപ്പിൻ്റെ അകത്ത് പുറത്ത് ലേബലൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കണ്ടിച്ച് 2-3 പീസുകളായിട്ടുള്ള ടേപ്പാണ് അതിനകത്ത് ഇരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ അത് തന്നെ ഒരു ഒട്ടിച്ചിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വളരെ റെയർ ആയിട്ടൊരു റെക്കോർഡിങ് കിട്ടി. ആ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ 1948 ജനുവരി 30
യുണൈറ്റഡ് നേഷൻസിൽ ഗാന്ധിജി മരിച്ച ദിവസം ഗാന്ധിജിക്ക് വേണ്ടി ഒരു അനുസ്മരണ സമ്മേളനം നടത്തി. അതന്നെ അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. അതായത് അന്നത്തെ UN സെക്രട്ടറി ജനറൽ, ഇന്ത്യയുടെ പ്രതിനിധി, UK പ്രതിനിധി, പാകിസ്ഥാൻ പ്രതിനിധി, അതിനോടൊപ്പം തന്നെ BBC ഒരു റിപ്പോർട്ടും ഒരു ഓഡിയോ അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത്. ഇത്രയും റെയറായിട്ടുള്ള ഒരു സാധനം ഗാന്ധിജിയെ പോലെ ഒരു വ്യക്തിയും പറഞ്ഞാൽ, ഗാന്ധി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രപിതാവ്, ഒരു രാഷ്ട്ര നേതാവോ ഒരു ഭരണാധികാരി ഒന്നും അല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിന് UN പോലും ഒരു അനുശോചന സമ്മേളനം നടത്തി എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ ഈ വ്യക്തി സാധാരണ വ്യക്തി അല്ലെന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി അറിയാൻ ഒരു ആഗ്രഹം, ഒരു അഭിവാഞ്ച എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെയാണ് ഞാനൊരു ഗാന്ധി അന്വേഷണമായിട്ട് മാറിയത്. അത് ഗാന്ധിജിയുടെ സൗണ്ട് അന്നേരമാണ് അറിഞ്ഞത്. ഗാന്ധിജിയുടെ 100 മണിക്കൂറോളം റെക്കോർഡിങ്സ് ആകാശവാണിയുടെ കൈവശം ഉണ്ടെന്നുള്ളത്. അതായത് ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 15, 1947 ഗാന്ധിജി നോവാഖരി എന്ന സ്ഥലത്തായിരുന്നു, കൽക്കട്ടയിൽ. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് സെപ്റ്റംബർ 9 ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ അദ്ദേഹം ദിനം തോറും വൈകുന്നേരം അദ്ദേഹത്തിന് പ്രാർത്ഥനാ സമ്മേളനം ഉണ്ടായിരുന്നു. അതൊരു പൊതുയോഗം കൂടിയായിരുന്നു, പൊതു മീറ്റിംഗ് കൂടിയായിരുന്നു. ആ മീറ്റിംഗ് എല്ലാം ആകാശവാണി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ആകാശവാണിയുടെ കയ്യിൽ ഏകദേശം 100 മണിക്കൂറോളം ഗാന്ധിജിയുടെ വോയിസ് ഉണ്ട്. നിങ്ങളുടെ എത്ര പേര് ഗാന്ധിജിയുടെ വോയിസ് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുള്ളവരുണ്ടല്ലോ. ഒരു സൗണ്ട് ക്ലിപ്പ് ഞാൻ വിൽസൺ സാറിനോട് പറയാണ്. ഞാൻ വിൽസൺ സാറിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. 10-ാം നമ്പർ അത് ഗാന്ധിജിയുടെ വോയിസ് ആണ്. ഏകദേശം ഒരു 30-40 സെക്കൻഡ് പ്ലേ ചെയ്തെങ്കിൽ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഗാന്ധിജിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. What I want you to understand, if you can, that the message of Asia is not to be learned through European spectacles, through the Western spectacles, not by imitating the stencil of the West, the gunpowder of the West, the atom bomb of the West. If you want to give a message again to the West, it must be a message of love. It must be a message of truth. There must be a conquest. Please, that will interfere with my speech, and that will interfere with your understanding also. I want to capture your heart and don't want to receive your flags. Let your heart flag in unison with what I am saying, and I think I shall have finished my work. Therefore, I want you to go on with the thought that Asia has to conquer the West. Then the question that a friend asked yesterday, did I believe in one world? Of course I believe in one world. And how can I possibly do otherwise? സ്റ്റോപ്പ് ചെയ്യാമായിരിക്കും. ഇതാണ് ഏറ്റവും പഴയ റെക്കോർഡിംഗ് എൻ്റെ കയ്യിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ഗാന്ധിജിയുടെ അതിലും പഴയ 1-2 റെക്കോർഡിങ്സ് കൂടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഗാന്ധിജി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനുവരി 30 പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സമയത്താണ് അദ്ദേഹത്തെ വെടിയേറ്റ് മരിക്കുന്നത്. അതിന് 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു, അതായത് ജനുവരി 20. അതിനുശേഷം ഞാൻ 1997 ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ പേര് ചൗധരി രൺബീർ സിംഗ്. അദ്ദേഹം ഭരണഘടനാ സമിതിയിലെ മെമ്പറായിരുന്നു. 1997 സ്വാതന്ത്ര്യം കിട്ടുന്ന 50-ാം വർഷം. ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന 4 മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. 1947 മെമ്പർ ആയിരുന്നവർ. അതിൽ അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഗാന്ധിജിയെ ആരെങ്കിലും വധിക്കും എന്ന കാര്യം അറിയാമായിരുന്നു. അതെല്ലാവർക്കും. സർദാർ പട്ടേലായിരുന്നു ഹോം മിനിസ്റ്ററായിരുന്നു, സർദാർ പട്ടേലിനും അറിയാമായിരുന്നു, മറ്റെല്ലാ പോലീസുകാർക്കും അന്നത്തെ സെക്യൂരിറ്റിക്കാർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഗാന്ധി തന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വരുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാനോ അവരെ സെക്യൂരിറ്റി ചെക്ക് നടത്താനോ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, ദൈവമാണ് ഞാൻ ജീവിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്.
ഇപ്പൊ എന്റെ സമയമായെങ്കിൽ ഇഫ് ദേ വാണ്ട് ടു കിൽ മീ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ടൈം ഫോർ മീ ടു ലീവ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചെക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. തൽഫലമായിട്ട് ഈ പോലീസും സെക്യൂരിറ്റിയും ഒന്നും ചെയ്യാൻ പറ്റാതെ വെറും കാഴ്ചക്കാരെ നോക്കിയ സമയത്താണ് നാഥൂറാം ഗോഡ്സെ അദ്ദേഹത്തിനെ വധിക്കുന്നതും. അതോടെ ഈ ചൗധരി രൺബീർ സിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗാന്ധിജിയുടെ മരണം വളരെ വളരെ ദുഃഖകരമായ ഒരു ഷോക്കായിരുന്നു എല്ലാവർക്കും. കാരണം ആ സമയത്ത് ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഈ പാലായനത്തിന്റെയും പരസ്പര ലഹളയുടെയും കൊലയുടെയും സമയമായിരുന്നു. അങ്ങനെ അത് ഖുഷ്വന്ത് സിംഗിന്റെ പാസേജ് ടു ഇന്ത്യ എന്ന് വായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡൊമിനിക് ലാപ്പിയറിന്റെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ഈ 2 പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ത് ക്രൂരതയാണ് ആ സമയത്ത് നടന്നതെന്ന്. പക്ഷെ ഗാന്ധിജിയുടെ മരണം ഇതിനെല്ലാവരും പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നാണ് ചൗധരി രൺബീർ സിംഗ് പറഞ്ഞത്. അതിനുശേഷം അടുത്ത 15 വർഷത്തേക്ക് യാതൊരു ലഹളയും രാജ്യത്തുണ്ടായില്ല. കാരണം ഇത് എല്ലാ സമുദായക്കാർക്കും ഒരു വലിയ ഷോക്കായിരുന്നു ഗാന്ധിജിയുടെ മരണം എന്നുള്ളത്. അത് വായിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് തോന്നിയ ഒരു ചിന്ത ഇതാണ്. നമ്മുടെ ബൈബിളിൽ പറയാറുണ്ടല്ലോ, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകി എങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുള്ളൂ എന്ന്. പക്ഷെ അത് തന്നെയല്ലേ ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഗാന്ധിജി സ്വന്തം ജീവൻ കൊടുത്തത് കൊണ്ട് ഇന്ന് അതിനുശേഷം അന്ന് വരെ ഉണ്ടായിരുന്ന ലഹളയ്ക്ക് ഒരു ശമനമുണ്ടായി, കാലത്തിനൊരു മാറ്റം ഉണ്ടായി എന്നല്ല ഇന്ന് മനസ്സിലാക്കി തരുന്ന കാര്യം. പിന്നെ ഗാന്ധിജിയെ ഇനി വേറൊരു ഫേസ് എടുക്കുവാണെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ആയതിന് ഉത്തരവാദികൾ ഞങ്ങളാണെന്ന് 2 കൂട്ടർ അവകാശപ്പെടാറുണ്ട്. അവരെ കണ്ടുമുട്ടാറുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഗാന്ധിജി 1893 സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയി 2015 തിരിച്ചു വന്നു. ഏകദേശം ഒരു 23 വർഷം. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രവാസി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഇവിടുന്ന് പോയത് ഒരു സാധാരണക്കാരനായ ഒരു വലിയ കഴിവൊന്നും ഇല്ലാത്തൊരു വക്കീലായിട്ടാണ്. തിരിച്ചു വന്നത് വളരെ പ്രഗത്ഭനായ ഒരു വക്കീലല്ല, അതുകൂടുതൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ആയിട്ടാണ്, ഒരു സമരസേനാനി, ഒരു പോരാളിയായിട്ടാണ് അത് തിരിച്ചു വരുന്നത്. സൗത്ത് ആഫ്രിക്കക്കാർ അവകാശപ്പെടുന്ന കാര്യമുണ്ട്. യു സെൻഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ടു സൗത്ത് ആഫ്രിക്ക, വി സെൻഡ് ബാക്ക് എ മഹാത്മ. ഞങ്ങൾ തിരിച്ചയച്ചത് മഹാത്മയാണ്, നിങ്ങൾ ഇവിടുന്ന് അയച്ചതൊരു വക്കീലിനെ ആണെങ്കിൽ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ ഒപ്പം ജയിലിൽ കിടന്ന ഒരു പ്രശസ്തനായ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയുണ്ട്, ഇന്ത്യൻ ഒറിജിൻ ആളാണ്, അഹമ്മദ് കത്രാഡ. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന് 2003 കണ്ടുമുട്ടാനിടയിൽ ഇവർ 3 പേർ അവകാശപ്പെടുന്ന കാര്യമുണ്ട്. ഗാന്ധിജി നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പറഞ്ഞു വിട്ടത് ഒരു ഒരു വക്കീലിനെയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ അയച്ചത് ഒരു മഹാത്മയാണ്. സോ മഹാത്മ വാസ് ബോൺ ഇൻ സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഇന്ത്യൻ റെയിൽവേ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അവർ പറഞ്ഞത് മഹാത്മ വാസ് ബോൺ ഇൻ ഇന്ത്യൻ ട്രെയിൻ. 2003 1915 മഹാത്മാഗാന്ധി ഇന്ത്യയെ തിരിച്ചു വന്നു. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങുന്നതിന് പകരം ഇന്ത്യയെ കണ്ടെത്തണം, യു ട്രാവൽ, നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി 1915 മുതൽ 19 വരെ റെയിൽവേയുടെ 3rd ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു. അതുകൊണ്ട് റെയിൽവേ പറയുന്നത് ഗാന്ധിജി ഇന്ത്യ കണ്ടെത്തിയ ഗാന്ധിജിയിലെ ആ പോരാളി പിറന്നത് ഇന്ത്യൻ റെയിൽവേയിലെന്നാണ്. Therefore they say that Mahatma was born in a 3rd class compartment of Indian train. ട്രെയിൻ എന്നുള്ള വാക്ക് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരു അഭിന്ന ഭാഗമായിരുന്നു നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ ട്രെയിൻ ജേണിയെ പറ്റിയുള്ള 2-3 സംഭവങ്ങളാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും ചരിത്രത്തിൽ എഴുതപ്പെടാത്ത ഒരു സംഗതികളാണ്. ഇത് കാരണം ഇതറിയാൻ കാരണം ഞാൻ അവസാനമായി കണ്ടുമുട്ടിയ ഗാന്ധിയൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന വി കല്യാണം എന്നയാളെയാണ്. അദ്ദേഹം മരിക്കുന്നത് 2021 അതായത് 99ാമത്തെ വയസ്സിൽ. വി കല്യാണം ചെന്നൈയിൽ സെറ്റിലായിരുന്നു. അദ്ദേഹത്തെ 2018 കാണാനിടയായി. ഫോട്ടോ 1, 2 ഒന്ന് കാണിക്കാവോ? വി കല്യാണത്തിന്റെ ഫോട്ടോയാണത്.
ഇതാണ് ശ്രീ വി കല്യാണം. മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയ വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ 2018 ഞാൻ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം ഇത് 96 വയസ്സുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹം സിംലയിൽ ജനിച്ച് ഡൽഹിയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗാന്ധിജിയെ പറ്റി അദ്ദേഹം വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. അന്ന് ചെറുപ്പക്കാരനായ കല്യാണം ഗാന്ധിജിയുടെ ഒരു ആശ്രമത്തിൽ പോകണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അദ്ദേഹം അന്ന് ഇവിടെ സേവാഗ്രാം ആശ്രമം, അതായത് മഹാരാഷ്ട്രയിലുള്ള സേവാഗ്രാം ആശ്രമം, ഗാന്ധി ആശ്രമത്തിൽ അദ്ദേഹം ചെല്ലുന്നത്. അദ്ദേഹത്തെ അന്ന് അറിഞ്ഞുകൂടായിരുന്നു. രണ്ടാമത്തെ ഫോട്ടോ ഇടാവോ? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു ഇത് ഗാന്ധി ആശ്രമമാണെന്നുള്ള കാര്യം. അദ്ദേഹം പോയത് ഒരു ആശ്രമത്തിൽ ഒരു സിമ്പിൾ ലൈഫിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നെടുത്ത ഫോട്ടോയാണ് 2018. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ മുറി നൽകി. ആ മുറി ചെന്നപ്പോൾ അദ്ദേഹം ഒരു പഴുതാരെ കണ്ടു. ഇദ്ദേഹം ചെരുപ്പെടുത്ത് ആ പഴുതാരെ തല്ലിക്കൊന്നു. അന്നേരം കൂടെയുള്ള ആൾ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, ഇവിടെ അഹിംസ പാലിക്കുന്ന ഇത് ഗാന്ധിയുടെ ആശ്രമമാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് ഗാന്ധി എന്ന്, പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അത് 1942 കാര്യമാണ് പറയുന്നത്. ആ ഇടയ്ക്കാണ് ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയുടെ മരണം. അതിനുശേഷം ഗാന്ധിജി ഒരാളെ തിരയുകയായിരുന്നു എനിക്ക് ഇതിന് പകരമായിട്ട് അടുത്ത ആളെ കിട്ടാൻ വേണ്ടി. നമുക്കറിയാവുന്ന പോലെ 1942 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമരം നടക്കുന്ന സമയമാണ്, കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയം ഗാന്ധിജി ജയിലിലായിരുന്നു. കസ്തൂർബ ഗാന്ധിക്ക് അസുഖം വന്ന കാരണം ഗാന്ധിജിയെ ജയിലിൽ നിന്ന് മാറ്റി ആഗാഖാൻ പാലസിലേക്ക് മാറ്റിയിരുന്നു. ഗാന്ധിജി അവിടെയായിരുന്നു. സേവാഗ്രാമിലുള്ള മറ്റ് ആശ്രമവാസികളുടെ കൂടെ കല്യാണവും ഗാന്ധിജിയെ കാണാൻ വേണ്ടി ആഗാഖാൻ പാലസിലെത്തി, മുംബൈയിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഗാന്ധി ആരെന്ന് അറിഞ്ഞുകൂടെ. നോക്കുമ്പോൾ ഒരു മുണ്ടെടുത്തൊരു വയോധികനോട് നിൽപ്പുണ്ട്. അദ്ദേഹം പിന്നീട് സംസാരത്തിന് മനസ്സിലായത് ഗാന്ധിയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം ഗാന്ധിജി ചോദിച്ചു, നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയാമെന്ന് ചോദിച്ചു. ടൈപ്പിംഗ് നമ്പർ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന് ഗാന്ധി തന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് തന്റെ എഴുത്തുകുത്തുകളൊക്കെ നോക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണത്തിന് അദ്ദേഹം തന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ചേർക്കുകയത്. അങ്ങനെ 1944 മുതൽ 1948 വരെ 4 വർഷക്കാലം, അതായത് ഗാന്ധിജിയുടെ മരണം വരെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ വി കല്യാണം. അദ്ദേഹത്തെയാണ് എനിക്ക് കണ്ടുമുട്ടാൻ ഒരു അവസരം ലഭിച്ച 2018. അദ്ദേഹം ഷെയർ ചെയ്ത 2-3 കാര്യങ്ങൾ, വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. അതും ട്രെയിൻ ജേർണി ആയിട്ട് കണക്റ്റഡ് ആണ്. അതിലെ ആദ്യത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഗാന്ധി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാര്യം മുമ്പ് പറഞ്ഞത്. ഗാന്ധി ട്രെയിൻ യാത്ര ധാരാളം ചെയ്തിരുന്ന ആളാണ്. ഒരിക്കൽ കല്യാണവും ഗാന്ധിയുടെ മറ്റ് കൂടെയുള്ളവരും ഇവരെല്ലാം, ഗാന്ധി ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ ട്രെയിൻ യാത്ര ചെയ്യായിരുന്നു ഡൽഹിയിൽ നിന്ന് കൽക്കട്ടയ്ക്ക്. ഏകദേശം 100 കിലോമീറ്ററോളം യാത്ര കഴിഞ്ഞു. യാത്ര കഴിഞ്ഞ സമയത്ത് ഗാന്ധി, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഗാന്ധിജി എപ്പോഴും യാത്ര ചെയ്ത് 3rd ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ മൊത്തം ബോഗി കൊടുക്കുമായിരുന്നെന്നാണ് കല്യാണം അവകാശപ്പെടുന്നത്. ഒരു 100 കിലോമീറ്റർ യാത്ര കഴിഞ്ഞപ്പോൾ ഗാന്ധിജി കല്യാണത്തിനോട് ചോദിച്ചു, താങ്കൾ ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിച്ചു. കല്യാണം പറഞ്ഞില്ല, ഞാൻ താങ്കളുടെ കൂടെ അല്ലേ, വെറുതെ എന്തിനാ ടിക്കറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഗാന്ധി പറഞ്ഞു, അത് പാടില്ല, ട്രെയിനിൽ യാത്ര ചെയ്താൽ ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ എടുക്കാത്തതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ വരുമ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോട് പറയണം എന്നെ വന്ന് കാണാൻ. കല്യാണം പറഞ്ഞു ശരി. അടുത്ത സ്റ്റേഷനെത്തി. ഗാന്ധി യാത്ര ചെയ്യുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്ന ധാരാളം ആൾക്കാർ ഗാന്ധിയെ കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരാറുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ കൂടെ സ്റ്റേഷൻ മാസ്റ്ററും പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ട്. ഗാന്ധിയുടെ ഒന്ന് കാണാലോ, ദർശനം വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ കല്യാണം പുറത്തിറങ്ങി ചെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഗാന്ധി തങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്ത് വരുന്നു. വളരെ സന്തോഷമാണ് തിരിച്ചു കയറി വന്നു. കാരണം ചോദിച്ചാൽ ഗാന്ധിയെ കാണാൻ ഒരു അവസരം കിട്ടുവാണ്, നേരിട്ട് കാണാനുള്ളത്. വന്നപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇതെന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, ഇവൻ ഇതുവരെ ടിക്കറ്റ് ഇല്ലാതാണ് യാത്ര ചെയ്യുന്നത്, ഇവന് ടിക്കറ്റ് കൊടുക്കണം, ഇതുവരെ യാത്ര ചെയ്തതിന്റെ പിഴ അടയ്ക്കണം, ഇത്രയും ടിക്കറ്റ് കൊടുക്കാൻ വേണം, പിഴ ഇവനോട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു.
അന്നേരം സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, അയ്യോ അതിന്റെ ആവശ്യമുണ്ടോ, അങ്ങോട്ടോട് വരുന്നവർ ആരെങ്കിലും ടിക്കറ്റ് ചോദിക്കുമോ, നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. ഗാന്ധിജി ദേഷ്യത്തോടെ ആളോട് പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ പിഴയടിച്ച് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് പണം സമ്പാദിക്കുക എന്നാണ്, അല്ലാണ്ട് ഫ്രീ ആയിട്ട് ആരെ വിടുകയല്ല. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ താങ്കൾക്കെതിരായിട്ട് ഞാൻ റെയിൽവേയിൽ പരാതി കൊടുക്കും, താങ്കളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് പേടിച്ചരണ്ട സ്റ്റേഷൻ മാസ്റ്റർ പെട്ടെന്ന് ടിക്കറ്റ് കൊടുത്തു എന്നാണ് കല്യാണം പറഞ്ഞത്. അതുപോലെ പിഴയടിച്ച് ടിക്കറ്റ് കൊടുത്തു. അതായത് ഗാന്ധിജി നമ്മൾ ഗവൺമെന്റ് സർക്കാർ നിയമങ്ങളും കാര്യങ്ങളും നിയമങ്ങളും ഒരു പൗരൻ ചെയ്യേണ്ട കടമകളും എത്ര നന്നായി ചെയ്യണം എന്നുള്ളതിന് ഒരു ഉദാഹരണമായിരുന്നു അത് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് വീണ്ടും ട്രെയിൻ യാത്രയെ പറ്റിയാണ്. അത് അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചകളിലും ഗാന്ധിജി മൗനവ്രതം ആചരിച്ചിരുന്നു, രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. അതിനു മുമ്പ് കല്യാണത്തിന് ഒരു ചെറിയ പേപ്പർ ഏൽപ്പിച്ചിരുന്നു, ഈ കത്ത് താങ്കൾ ടൈപ്പ് ചെയ്ത് തിരിച്ചു തരണോ. ട്രെയിൻ യാത്രയായിരുന്നു. കല്യാണത്തിന് അറിഞ്ഞുകൂടായിരുന്നു ഗാന്ധിജി ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും തന്റെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തിന് വലിയ വിവരമൊന്നുമില്ല. കാരണം അദ്ദേഹം ടൈപ്പ് റൈറ്റർ എടുത്തിരുന്നില്ല. അദ്ദേഹം മിണ്ടാതിരുന്നൊന്നും ചെയ്തില്ല. കാരണം ഗാന്ധിജി മൗനവ്രതത്തിലാണ്, ചോദിക്കില്ലല്ലോ ഒരു കാര്യങ്ങളും. അതുകൊണ്ട് പുള്ളി അനങ്ങാതിരുന്നു. വൈകിട്ട് 6 മണിയായപ്പോൾ ഗാന്ധി മൗനവ്രതം തീർന്ന സമയത്ത് കല്യാണത്തിന് ചോദിച്ചു, എവിടെയും ചോദിച്ചു, ടൈപ്പ് ചെയ്ത പേപ്പർ എവിടെയും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ടൈപ്പ് റൈറ്റർ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഗാന്ധി പറഞ്ഞു, വളരെ 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 സരസമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബാർബറെ വീട്ടിലേക്ക് മുടിവെട്ടാൻ വിളിക്കുമ്പോൾ അയാൾ അതിന് വേണ്ട ഉപകരണങ്ങളുമായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ റിസൻമെന്റ്, അദ്ദേഹത്തിന്റെ ആ കല്യാണം സ്വന്തം ഏൽപ്പിച്ച ജോലി ചെയ്യാത്തതിന് അദ്ദേഹം ഇതുമാത്രം ഏത് രീതിയിലാണ് പ്രതികരിച്ചത് നമുക്ക് മനസ്സിലാവുന്ന ഒരു വളരെ വളരെ മാനേജ്മെന്റിനുള്ള ഒരു നല്ല ലെസണാണ് ഗാന്ധി അതുപോലെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. മൂന്നാമതൊരു സംഭവം എന്ന് പറയുന്നത് അതും ട്രെയിൻ യാത്രയായിട്ട് കണക്റ്റഡ് ആണ്, പക്ഷെ അതുകൊണ്ട് അല്പം കൂടെ ഒരു വൈകാരിക ഭാവം കൂടി ഇതിനുണ്ട്. അതായത് 1948 തുടക്കത്തിൽ ഗാന്ധിജി ഒരു ട്രെയിൻ യാത്ര ചെയ്യുമായിരുന്നു. ഗാന്ധിജിയെ കാണാൻ, ഗാന്ധിജിയെ സംസാരിക്കാൻ വേണ്ടി ഒരു കർഷകൻ ദൂരെ നിന്ന് 2 ദിവസം നടന്ന് ഗാന്ധിജിയെ കാണാൻ എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അദ്ദേഹം, കാരണം ഗാന്ധിജിയോട് അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ട്, എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ആ കർഷകൻ പറഞ്ഞു, ഞാൻ തിരിച്ച് നടക്കുകയാണ്. കാരണം അദ്ദേഹം 2 ദിവസം നടന്നാണ് ഗാന്ധിയുടെ അടുത്തെത്തിയത്. 2 ദിവസം നടന്ന് എത്തിയത്. ഗാന്ധിജി, നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? പറഞ്ഞു, ഞാൻ തിരിച്ച് നടക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഗ്രാമത്തിലേക്ക്. കാരണം എൻ്റെ പൈസ ഇല്ല, വണ്ടിക്കൂലിക്കുള്ള, അതായത് ടിക്കറ്റ് എടുക്കാനുള്ള പണമില്ല. ഗാന്ധി പറഞ്ഞു, ഗാന്ധിജി സാധാരണ യാത്ര ചെയ്യുമ്പോൾ പൈസ സൂക്ഷിക്കാറില്ല. കല്യാണത്തിനോട് ചോദിച്ചാൽ താങ്കളുടെ പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അന്ന് കല്യാണത്തിൻ്റെ 50 രൂപ ഉണ്ടായിരുന്നു. ഗാന്ധി പറഞ്ഞു, അതിൻ്റെ 35 രൂപ ഗാന്ധിജി കടം വാങ്ങി കർഷകൻ കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ ഇനി തിരിച്ച് നടക്കണ്ട, ടിക്കറ്റ് എടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഗാന്ധി ഡൽഹി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധി 35 രൂപയുടെ ഒരു ചെക്ക് കല്യാണത്തിന് കൊടുത്തു. ആ ചെക്ക് ഒന്ന് കാണിക്കാവോ? ഒരു ചെക്കിന്റെ അതിന്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാൻ പറ്റുമോ? ചെക്കിന്റെ കോപ്പി 5-ാം നമ്പർ. ഇതാണ് ഗാന്ധിജി കല്യാണത്തിന് ഇഷ്യൂ ചെയ്ത ചെക്കിന്റെ ഫോട്ടോ കോപ്പിയാണിത്. കാരണം ഇത് വളരെ റെയർ ആയിട്ടാണ് കല്യാണം വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ചെക്ക്. അതിന്റെ തീയതി നോക്കിയ മുകളിൽ 20/1/1948 പാട്നയിലെ സെൻട്രൽ ബാങ്കിൽ നിന്ന് ഗാന്ധിജിയുടെ ഒറിജിനൽ സിഗ്നേച്ചർ ഇത് കാണാൻ പറ്റും നമുക്ക്. അതായത് ബാങ്കിലെ സിഗ്നേച്ചർ. ഈ ചെക്കിന് പറയുന്ന കഥ കൂടെയുണ്ട്. ഇതിന് ശേഷം ഈ ചെക്ക് ലഭിച്ചതിന് ശേഷം 29-ാം തീയതി കല്യാണം ഈ ചെക്ക് ബാങ്കിൽ ക്യാഷ് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തു. 30-ാം തീയതി ഗാന്ധിജി മരണപ്പെട്ടു. 31-ാം തീയതി കല്യാണം ബാങ്കിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ആ ചെക്ക് തിരിച്ചു തരണം, ഞാൻ ഈ ചെക്ക് ക്യാഷ് ചെയ്യുന്നില്ല, എനിക്ക് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിക്ക് ഈ ചെക്ക് ബാങ്കുകാർ തിരിച്ചു കൊടുത്തു.
ആ ചെക്കിന്റെ ഒരു കോപ്പിയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹം ഞാൻ അദ്ദേഹം കാണുമ്പോൾ എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ചെക്ക് വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് നല്ലപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ എത്ര കരുതി നമ്മൾ കൂട്ടി നോക്കണം എത്ര വർഷങ്ങളായ ചെക്കാണ്. അദ്ദേഹം ആരെ കൊണ്ട് തൊടാൻ പോലും സമ്മതിക്കില്ല ചെക്ക്. കാരണം നമുക്ക് പുറത്തുനിന്ന് കാണാം, എന്നെ കാണിക്കുക, ഇതാ കണ്ടോളൂ, ഇതാണ് ചെക്ക്, താങ്കൾക്ക് കാണാം, പക്ഷെ തൊടാൻ പറ്റുകയെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ബ്രിട്ടിലായിട്ടിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷം പൊടിഞ്ഞു പോകും. ഈ ചെക്കിന് ഒരു ഇന്ത്യയിലെ വലിയൊരു കോർപ്പറേറ്റ് മുതലാളി ഈ ചെക്ക് പറഞ്ഞു, എനിക്ക് ഈ ചെക്ക് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ താങ്കൾക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. ഈ ചെക്കിന്റെ വില 1 കോടി രൂപയാണ്. 2012 വിലയാണ് ഞാൻ ഈ പറയുന്നത്. 2012 ഈ ചെക്കിന് 1 കോടി രൂപ വിലയിട്ട ഒരു സംഭവം ഉണ്ട്. അത് എന്നോട് പറഞ്ഞത് കല്യാണം തന്നെയാണ്. അത് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും ഓൺ റെക്കോർഡ് പറഞ്ഞില്ലെങ്കിലും പിന്നീട് എന്നോട് പറഞ്ഞു ഈ ചെക്ക് ചോദിച്ച ആള് വിജയ് മല്യ ആയിരുന്നു എന്ന്. അതാണ് ഈ ചെക്കിന്റെ കഥ. സോ അങ്ങനെ കല്യാണത്തിൽ നിന്ന് ഇങ്ങനെ 3 സംഭവങ്ങൾ ഞാൻ കേട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങളുടെ ഗാന്ധിജിയെ പറ്റി പറയുകയുണ്ടായി. ഗാന്ധിജിയുടെ ദിനചര്യയെ പറ്റി അദ്ദേഹം പ്രത്യേകമായിട്ട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു രാവിലെ 3:30 എന്നും എഴുന്നേൽക്കുമായിരുന്നു മഹാത്മാഗാന്ധി. എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ ദിനം തുടങ്ങുന്നതും പ്രാർത്ഥനയിലും തീരുന്നതും പ്രാർത്ഥനയിലായിരുന്നു. അതായത് ഓപ്പണിംഗ് ഓഫ് ദ ഡോർ വിത്ത് പ്രെയർ, ക്ലോസിംഗ് ദ ഡോർ വിത്ത് പ്രെയർ. അതായിരുന്നു ഗാന്ധിജിയുടെ ദിനചര്യയുടെ പ്രധാന ഭാഗം. പ്രാർത്ഥന വളരെ പ്രധാനമായിരുന്നു എന്ന് പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് പോലെ മോർണിംഗ് ബെഡ് കോഫിയോ ചായ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ്, അന്നത്തെ ഉണ്ടായിരുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഈ മാർബിൾ ടംബ്ലർ ആയിരുന്നു. മാർബിൾ ടംബ്ലർ, നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് അല്പം തേനും ശകലം നാരങ്ങാനീരും പിഴിഞ്ഞ് ഒഴിച്ച് അത് ചൂട് കാരണം വല്ല തുണി കൂട്ടിപ്പിടിച്ച് അവർ പതിയെ സിപ്പ് ചെയ്താൽ കുടിച്ചോണ്ടിരുന്നു. അതായിരുന്നു അന്നത്തെ അവരുടെ മോർണിംഗ് ടീ. നമ്മുടെ എന്ന് പറയുന്ന മോർണിംഗ് ടീ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അന്നത്തെ കാര്യം. ആ സമയത്ത് ഗാന്ധിജി ഡിക്റ്റേഷൻ കൊടുക്കും. കാരണം ഈ പതിയെ ഇത് കുടിച്ചു തരുവുള്ളൂ, 10-15 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് കല്യാണം ഡിക്റ്റേഷൻ കൊടുക്കും. ഗാന്ധി ഉപയോഗിച്ചിരുന്ന പേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഈ പഴയ കവറിന്റെ ബാക്കിയൊക്കെ ആയിരുന്നു. അതായത് നമ്മൾ കവറ്, നമുക്ക് എഴുത്തുകൾ വരാറുണ്ടല്ലോ, ആ കവറിന്റെ അകത്തെ ഭാഗം അദ്ദേഹം മുറിച്ച് ഇങ്ങനെ വളരെ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് ഓരോന്നിനും സൈഡിൽ ഗാന്ധി എഴുതി കൊടുക്കും, ഇങ്ങനെ ഓരോ സൈഡിൽ. ചിലപ്പോൾ അത് എഴുതുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ എഴുതി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ എഴുതും പുള്ളി. അതാ ഒരു ഇഞ്ച് സ്ഥലം പോലും അദ്ദേഹം കളയലായിരുന്നു, ഇങ്ങനെ ചുറ്റും എഴുതായിരുന്നു. അതുപോലെ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ കൊടുക്കണം. നടുക്ക് എഴുതിയ സാധനം നടുക്ക് വരണം, സൈഡിൽ എഴുതിയ സാധനം സൈഡിൽ വരണം. ഒരു കാര്യത്തിലും ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രത്യേകമായ ഒരു താല്പര്യം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതിനുശേഷം ഗാന്ധിജി ഈ കടുകെണ്ണയ്ക്കകത്ത് അല്പം നാരങ്ങാനീര് ചേർത്ത് നല്ലപോലെ ബോഡി മുഴുവൻ മസാജ് ചെയ്യുമായിരുന്നു, നല്ലപോലെ തിരുമ്മും. കിടന്നു ആ സമയം അദ്ദേഹം ഉറങ്ങുകയും ചെയ്യുമായിരുന്നു പറഞ്ഞു. കാരണം 3:30 എഴുന്നേൽക്കുന്ന ആളാണ്. ഈ സമയത്ത് അത് ഉറങ്ങുമായിരുന്നു. ഈ മസാജ് സമയത്ത് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പം അദ്ദേഹം ഒരിക്കലും സോപ്പ് ഉപയോഗിക്കുകയല്ലായിരുന്നു. അതിന് പകരം നല്ലപോലെ തോർത്ത് നമ്മുടെ ടവലെടുത്ത് നന്നായിട്ട് നല്ല അമർത്തി തുടയ്ക്കും. അതുകൊണ്ട് ഗാന്ധിയുടെ ഫോട്ടോയുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ബോഡി വളരെ ഷൈനിങ് ആയിരുന്നു. അതിന്റെ കാരണം ഇതാണ്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കടുകെണ്ണയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും കുടിച്ചിരുന്ന, തണുപ്പാണേലും ചൂടാണേലും എപ്പോഴും ചൂടുവെള്ളത്തിൽ മാത്രമേ കുടിക്കുള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഭക്ഷണം. അത് ഒരിക്കലും വില കൂടിയ പച്ചക്കറികളോ ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് കല്യാണം പറയുന്നത്. കാരണം സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നും എനിക്കും വേണ്ട എന്നൊരു ചിന്തയായിരുന്നു ഗാന്ധിജിക്ക്. ഇത്രയും കാരണങ്ങളാണ്. ഇതാണ് എനിക്ക് ഗാന്ധിജിയെ പറ്റി അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായ കാര്യം. ഇനി നമ്മളെല്ലാവരും ഗാന്ധിജിയുടെ ഒരു ഏറ്റവും പ്രശസ്തമായ ഏറ്റവും നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദാണ്ഡി മാർച്ചാണ്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ അദ്ദേഹം നടത്തിയ ദാണ്ഡിയിലേക്ക് നടത്തിയ മാർച്ച്. ദാണ്ഡി മാർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം 78 പേരും കൂടെ യാത്ര ചെയ്തിരുന്നു. ആ 78 പേരിൽ 4 മലയാളികളുണ്ടായിരുന്നു. ആ 4 മലയാളിയിൽ ഒരാള് ക്രിസ്ത്യാനിയായിരുന്നു. ആ ക്രിസ്ത്യാനിയുടെ പേര്, അദ്ദേഹം മർത്തോമ സമയപ്പെട്ട ഒരാളായിരുന്നു, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്. നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അദ്ദേഹത്തെ പറ്റി ഞാനൊരു ചെറിയൊരു ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. കാരണം ഒരേ ഒരു ക്രിസ്ത്യാനി അദ്ദേഹം ഗാന്ധി ആശ്രമത്തിലെ ഇൻമേറ്റ് ആയിരുന്നു. ഗാന്ധിജിയുടെ ഗോശാലയുടെ മാനേജറായിരുന്നു അദ്ദേഹം ഡയറി സയൻസ് പഠിച്ച ആളാണ് അലഹബാദിൽ നിന്ന്. അലഹബാദിൽ നിന്ന് ഡയറി സയൻസ് പഠിച്ചതിന് ശേഷം 6ാമത്തെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ? ടൈറ്റസിന്റെ ഫോട്ടോ. ഇതാണ് തേവർത്തുണ്ടിയിൽ ടൈറ്റസ്. ഗാന്ധിജി വിളിച്ചിരുന്ന ടൈറ്റസ് ജി എന്നായിരുന്നു. ആശ്രമത്തിലുള്ളവർ മാത്രമായിരുന്നു. കാരണം ഇത് അദ്ദേഹം ജനിച്ച 1905, അദ്ദേഹത്തിന്റെ മരണം 1980 ഭോപ്പാലിൽ വെച്ചായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. ഇദ്ദേഹം ഗാന്ധിജിയുടെ ആശ്രമത്തിലെ ഒരു ഡയറി ഫാമിന്റെ ഇൻചാർജ് ആയിരുന്നു. അവന്ന് 2 പേരും ഇൻചാർജ് ഉണ്ടായിരുന്നു ഗാന്ധിയുടെ ഡയറി ഫാമിൽ. ഒന്ന് ടൈറ്റസും, മറ്റേ ആള് വളരെ പ്രശസ്തനായ ഒരാളാണ്, ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ വരെ ആയുള്ള വ്യക്തിയാണ്, ഗുൽസാരിലാൽ നന്ദ. പലരും ആ പേര് കേട്ടിട്ട് കാണും. ഇവർ 2 പേരും ഗാന്ധി ആശ്രമം ഒരേ സമയത്ത് ഗാന്ധിയുടെ ഗോശാലയുടെ ഇൻചാർജ് ആയിരുന്നു ഇവർ 2 പേരും. അതിലൊരാളാണ് ഗുൽസാരിലാൽ നന്ദ. ഈ ആശ്രമത്തിനുള്ളവർ മാത്രമേ അന്ന് ഗാന്ധിജിയുടെ കൂടെ ഒപ്പം ദാണ്ഡി മാർച്ചിന് പോയിട്ടുള്ളൂ. ആ യാത്രയെപ്പറ്റി ടൈറ്റസിന് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ട്. ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പോലെ ഫാഷനബിൾ ഡയറി ഒന്നുമല്ല. അന്ന് നോട്ട്ബുക്ക് ആയിരുന്നു. ആ നോട്ട്ബുക്കിൽ അദ്ദേഹം എഴുതുന്നു. പക്ഷേ ഗാന്ധി ആശ്രമത്തിലുള്ള നിയമമുണ്ട്. ഗാന്ധിയുടെ ആശ്രമം വിട്ടു പോകുമ്പോൾ അത് അവരുടെ ഡയറി അവിടെ ഗാന്ധി ആശ്രമത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടൈറ്റസ് ഉപേക്ഷിച്ചിട്ട് പോയെങ്കിൽ അത് വീണ്ടും സ്വന്തം ഓർമ്മയിൽ നിന്ന് എല്ലാം കുറിച്ച് വെച്ച അതിന്റെ ഒരു കോപ്പി അദ്ദേഹത്തിന്റെ ഇളയ മകൻ തോമസ് ടൈറ്റസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തോമസ് ടൈറ്റസിനെ കണ്ടുമുട്ടുന്നത് 2014 ഓക്കെ 2014 കണ്ടുമുട്ടുന്നത് ഭോപ്പാലിൽ വെച്ച്. കാരണം അതിനെന്നെ സഹായിച്ചത് മർത്തോമ സഭയിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു, സാബു ഈശോ എന്നൊരു എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് വഴിയാണ് ഞാൻ തോമസ് ടൈറ്റസിന്റെ നമ്പർ സംഘടിപ്പിക്കുന്നു, അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഞങ്ങൾ 2014 ആകാശവാണി ഭോപ്പാലിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാൻ ഇടയായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ടൈറ്റസ് എഴുതിയ 1-2 കാര്യങ്ങളുണ്ട്. ഈ ദാണ്ഡി യാത്രക്കിടയ്ക്ക് കൽക്കട്ടയിലെ ഒരു ബിസ്ക്കറ്റ് കമ്പനി യാത്ര എന്ന എല്ലാവർക്കും കുറെ ബിസ്ക്കറ്റ് സപ്ലൈ ചെയ്യാമെന്ന്, ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഗാന്ധി പറഞ്ഞു പാടില്ല, അത് ഞങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് ചേർന്ന് അത് മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഗാന്ധിക്ക് വളരെ നിഷ്കർഷ ഉണ്ടായിരുന്നു. അത് കാരണം യാതൊരു സഹായം അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷം ഗാന്ധി ടൈറ്റസ് പറയുന്നുണ്ട്, യാത്ര കൊണ്ട് ദിവസം 10-12 കിലോമീറ്റർ കാൽനടയായി പോകുന്നു, ചെരുപ്പില്ലാത്ത യാത്രയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും കാലുകളിൽ വലിയ വലുതായിട്ടിരുന്നൊരു കോമളക്കാറുണ്ട്. പക്ഷെ ഗാന്ധിജി ഓരോരുത്തരുടെ അടുത്ത് വന്ന് അവരോട് പറയും, നിങ്ങൾ ചൂടുവെള്ളത്തിൽ കാല് വെക്കുക, ഓരോരുത്തരുടെ അടുത്തും വേദനയുണ്ടോ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, നടക്കാൻ പറയാം, ബുദ്ധിമുട്ടുണ്ടോ, റെസ്റ്റ് എടുക്കണം, പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ടൈറ്റസ് തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദാണ്ഡി മാർച്ച്, ഇന്നത്തെ ദാണ്ഡി അല്ല, അന്നത്തെ ദാണ്ഡി. കാരണം അന്നത്തെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ദാണ്ഡി ഇന്ന് കടലായി മാറി. ആ കരകോട് ഇന്ന് കടലായി മാറിയിട്ടുണ്ട്. കാരണം അവിടുന്ന് ദിവസം 1/4 കിലോമീറ്റർ മാറിയാണ് ഇന്ന് നമ്മുടെ ഗാന്ധി സ്മൃതിക്കുള്ള ദാണ്ഡി കാണുന്നത്. അവിടെ ഈ 78 മാർച്ചേഴ്സിന്റെയും സ്റ്റാച്യൂസ് ഇന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ടൈറ്റസിന്റെയും ഉണ്ട്. ദാണ്ഡി മാർച്ചിന് ശേഷം ഗാന്ധിജി ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ടൈറ്റസ് തിരിച്ചു വന്നിട്ട് ഗാന്ധി ആശ്രമത്തിൽ തന്നെ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഗാന്ധി അദ്ദേഹത്തോട് പലപ്പോഴായിട്ട് പറയുമായിരുന്നു, നിങ്ങൾ കത്തുകൾ അയക്കണം, എനിക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം എന്നുള്ളതായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തിന് കത്തെഴുതിയിട്ടുണ്ട്. ഗാന്ധിജി ടൈറ്റസിന് എഴുതിയ ഒരു കത്തിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. 7ാം നമ്പർ എന്ന് കാണിക്കാവോ? ഇതാണ്
ടൈറ്റസിന് ഗാന്ധി എഴുതിയ കത്ത് 1933 എഴുതിയ കത്താണ്. ഇതിന്റെ കോപ്പി ടൈറ്റസ് ജിയുടെ മകൻ തോമസ് ടൈറ്റസിന്റെ കയ്യിലുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ഇതിന്റെ കോപ്പി തന്നിരുന്നത് ആ കാലത്ത്. അതിനുശേഷം 1934 ഗാന്ധിജി ടൈറ്റസിനോട് പറഞ്ഞു, നിങ്ങൾ സേവാഗ്രാമിൽ വന്ന് ഗോശാല തുടങ്ങണം എന്ന് പറഞ്ഞു. ഒരു പുതിയ ഗോശാല തുടങ്ങാൻ വേണ്ടി അദ്ദേഹത്തിനെ സേവാഗ്രാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അതുകൂടെ പറഞ്ഞു, താങ്കൾ വരുന്നെങ്കിൽ താങ്കളുടെ മേലധികാരി ഒരു ബ്രിട്ടീഷുകാരിയായിരിക്കും, ബ്രിട്ടീഷ് ഗാന്ധിജിയുടെ ശിഷ്യ ഒരു സ്ത്രീയായിരുന്നു, അവരായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ടൈറ്റസ് പറഞ്ഞു, നമ്മൾ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ബ്രിട്ടീഷുകാരിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം ആശ്രമം വിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം ഭോപ്പാലിൽ സെറ്റിലാകുകയും അവിടെ ഗവൺമെന്റ് ജോലി, സർക്കാർ ജോലിയായിരുന്നു. അതിനുശേഷം 1980 മരിക്കുന്നത്. 1973 സ്വാതന്ത്ര്യം കിട്ടുന്ന 25ാം വർഷത്തിൽ ഈ ദാണ്ഡി മാർച്ചിലുള്ള എല്ലാവരെയും സർക്കാർ ദാണ്ഡിയിലേക്കും ക്ഷണിച്ചിരുന്നു, അവിടെ എല്ലാവരെയും. പക്ഷെ എന്തുകൊണ്ടോ ടൈറ്റസിനെ ക്ഷണിക്കാൻ സർക്കാരും വിട്ടുപോയി. ടൈറ്റസ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി. എന്നെ പോലെ ഞാൻ ഗാന്ധിജിയിലുണ്ട് 78 പേര് ഒരാളായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഇന്ദിരാഗാന്ധി ടൈറ്റസിന് ഒരു വ്യക്തിപരമായിട്ട് സ്വന്തം ഒപ്പോടെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിന്റെ കോപ്പി ഉണ്ട്, 8ാം നമ്പർ. ഇതാണ് ഇന്ദിരാഗാന്ധി ടൈറ്റസിന് കൊടുത്ത മറുപടി. എന്തുകൊണ്ടാണ് താങ്കളുടെ പേര് മിസ്സായി പോയിട്ടുണ്ട്, ഇനി നമുക്ക് പരസ്പരം എപ്പോഴും അവസരം കിട്ടുമ്പോൾ കണ്ടുമുട്ടാമെന്നാണ് ഇന്ദിരാഗാന്ധി എഴുതിയ കത്താണിത്. ഇതിൽ രസകരമായ കാര്യം, ടൈറ്റസിയുടെ മക്കൾക്ക് പോലും അറിയില്ലായിരുന്നു തങ്ങളുടെ പിതാവ് ഉപ്പുസദാകരൻ. അവർക്ക് വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. 1973-74 ആകാശവാണി ഭോപ്പാൽ ടൈറ്റസ്ജിയെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. അത് ഹിന്ദിയിൽ. ടൈറ്റസ്ജിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തം മകനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് താങ്കൾ ഹിന്ദിയിൽ എഴുതി തരണം, അത് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് ഹിന്ദിയിൽ എഴുതി ഞാൻ പോയി പ്രസംഗിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകനായ തോമസ് ടൈറ്റസ് പോലും അറിയുന്നത് എന്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. അതുവരെ മക്കൾക്ക് പോലും അതേപോലെ അറിയില്ലെന്ന് അദ്ദേഹം ടൈറ്റസിന്റെ മകൻ തോമസ് ടൈറ്റസ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഈ കാര്യം. അതിനുശേഷം 1980 ടൈറ്റസ്ജിയുടെ മരിച്ചു. അതിനു മുമ്പ് ഒരിക്കൽ തങ്ങളുടെ സഭയിലെ ചില മെത്രാന്മാരുടെ ഒരു ചർച്ചയിൽ അവർ പറഞ്ഞു, മാമോദിസ മുങ്ങിയവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. അന്നേരം ടൈറ്റസ് പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചാൽ അവർ ഗാന്ധിജി സ്വർഗത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആരും കാണുകയില്ല എന്നാണ് ടൈറ്റസ് മറുപടി പറഞ്ഞത്. പക്ഷെ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞ മെത്രാപ്പൊലീത്ത പറഞ്ഞു, അല്ല, മാംസം ഇങ്ങനെ സ്വർഗത്തിൽ പോകണം. അതിനെ കൊടുത്ത് ടൈറ്റസ് കൊടുത്ത മറുപടിയുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ഗോ ടു ഹെവൻ വിച്ച് ഹാസ് നോ പ്ലേസ് ഫോർ ഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ടൈറ്റസ് ഗാന്ധിജിയെ ഉപേക്ഷിച്ച് പോയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ഗാന്ധിയനായിട്ട് തന്നെയാണ് തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത്. മരിക്കുന്ന സമയം വരെ ഖാദി ഉപയോഗിച്ചിരുന്നു. വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ടൈറ്റസ് ഇപ്പൊ കാണിച്ച ആ ടൈറ്റിലുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ പുസ്തകമാണ് ടൈറ്റസ് ജി ആൻഡ് ദ ദാണ്ഡി മാർച്ച് എന്ന പേര്. ഗാന്ധി, ടൈറ്റസ് ജി ആൻഡ് ദാണ്ഡി മാർച്ച് ഒരു ചെറിയ പുസ്തകമാണ്. വലിയ ഒരു സാഹിത്യപരമായ ഒരു കൃതിയാണെന്ന് ഞാൻ പറയില്ല. എങ്കിൽ തന്നെയും ഒരുപാട് വിവരങ്ങൾ വളരെ ടൈറ്റസിനെ പറ്റിയും ഗാന്ധിയെ പറ്റിയും ഒരുപാട് അറിയപ്പെടാത്ത വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഏകദേശം 10 വർഷത്തോളമാകുന്നു. എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ തോമസ് ടൈറ്റസ് തന്നെയാണ്. തീരുന്നതിന് മുമ്പ്
സമയമാകുന്നു തോന്നുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. എൻ്റെ അവസാനത്തെ ശ്രമം 2018 എന്നുള്ള വർഷം ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികമായിരുന്നു. അന്നേരം ആ സമയത്ത് ഒരു റേഡിയോ പ്രോഗ്രാം ചെയ്യണം എന്നൊരു പ്രോഗ്രാം ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ ഗോപാലകൃഷ്ണ ഗാന്ധിയെ ആയിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് തയ്യാറല്ല, ഞാൻ എൻ്റെ വല്യപ്പൻ്റെ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആത്മകഥ വായിച്ചു തരാം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അതൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ആകാശവാണി അപ്രൂവ് ചെയ്തു. അതായത് ഞങ്ങൾ 2018 ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്ത് 2019 ജനുവരി 30 തീരാൻ രീതിയിൽ ഒരു 30 എപ്പിസോഡായിട്ട് ഞങ്ങളൊരു മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചത് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഗോപാലകൃഷ്ണ ഗാന്ധി, അതായത് ഗാന്ധിജിയുടെ മകൻ ദേവദാസ് ഗാന്ധിയുടെ മകനാണ് ഗോപാലകൃഷ്ണ ഗാന്ധി. ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ശ്രീ രാജഗോപാലാചാരിയുടെ മകളാണ്. ലക്ഷ്മി രാജഗോപാലാചാരിയാണ് ലക്ഷ്മി ഗാന്ധിയായിട്ട് മാറി. അതായത് ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ അമ്മ ദേവദാസ് ഗാന്ധിയുടെ ഭാര്യ. ആ ഫോട്ടോ കാണിക്കാവോ? നമ്പർ 9. ഇതാണ് ഗോപാലകൃഷ്ണ ഗാന്ധി. അദ്ദേഹം ചെന്നൈയിൽ ഒന്നുകൊണ്ട് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഒരു ചിന്തകനും എഴുത്തുകാരനും ഡിപ്ലോമാറ്റും ഗവർണറായിരുന്നു. ഒരുപാട് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥി കൂടി ഒക്കെ ആയിരുന്നു അദ്ദേഹം ആത്മകഥ വായിച്ചപ്പോൾ എനിക്കുള്ളൊരു അനുഭവം, അദ്ദേഹം വായിച്ചപ്പം നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ്, പക്ഷെ അദ്ദേഹം വായിക്കുന്നത് സ്വന്തം ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് മദറിന്റെയും കഥയാണ്. ആ വ്യത്യാസമുണ്ട്. He told me that for you he is Mahatma, for me he is my grandfather. ആ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മഹാത്മ, എനിക്കല്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ വായിച്ചുകൊണ്ട സമയത്ത് ചില സംഭവങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പച്ചയായ നഗ്ന സത്യങ്ങൾ തന്നെ എഴുതിക്കുന്ന ഒരു പുസ്തകമാണല്ലോ. അതുകൊണ്ട് ഗാന്ധി ഒന്നൊരു പ്രാവശ്യം പറയുണ്ടായി, ഇദ്ദേഹം വായിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇദ്ദേഹം വാക്കുകൾ കിട്ടാതെ നിന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഈ ആത്മകഥ വായിച്ചതിനിടയ്ക്ക്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് അത് പ്രത്യേകിച്ച് ഗാന്ധിജി പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലും കസ്തൂർബ ഗാന്ധിയുടെ എത്ര ക്രൂരമായിട്ട് പെരുമാറി എന്നുള്ള ഭാഗങ്ങൾ അദ്ദേഹം വായിച്ചിരുന്നു ഇടയ്ക്കൊക്കെ. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ വളരെ വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നും വാക്കുകൾ കിട്ടാതെ നിന്നു പോയിട്ടുണ്ട്, ചെറുതായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. അതൊക്കെ ആ ഫീലിങ്സ് ഒക്കെ കറക്റ്റായിട്ട് അദ്ദേഹം തന്റെ വായനയിൽ കാണിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിനൊരു ഗ്രാൻഡ് മദർ അല്ലെ ഗ്രാൻഡ് ഫാദർ, നമുക്കാണ് ഒരു അക്കാഡമിക് ആയിട്ട് ഒരു ഫിഗർ, നമ്മളൊരു പെഡസ്റ്റലിൽ വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആണ് മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ അല്ലായിരുന്നു. അത് സ്വന്തം ആ കാര്യം ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ച എനിക്ക് പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അത് എന്നോട് പറഞ്ഞതാണ്, ഫോർ യു ഹി ഈസ് മഹാത്മാ, ഫോർ മീ ഹി ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. ആ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ സമയത്ത്. ഇതാണ് എനിക്കുള്ള എൻ്റെ ചെറിയ ചെറിയ അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ച ഗാന്ധിയെ പറ്റി അറിയാൻ പറ്റിയ സാധാരണ പുസ്തകങ്ങളിലോ ഒന്നും കണ്ടുമുട്ടാത്ത പല ഗാന്ധിയൻ സ്മരണകൾ, ഗാന്ധിയൻ അന്വേഷണം, ഗാന്ധിയൻ ഫീലിങ്സും എൻ്റെ മനസ്സിൽ ഇന്നും അത് നിൽക്കുന്നു. കാരണം ഇതുപോലൊരു വ്യക്തിയെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ജനറേഷൻസ് ടു കം will scarcely believe that such a person lived among us in flesh and blood. അങ്ങനെയാണ് ഗാന്ധി. അദ്ദേഹം ഇൻസ്പയർ ചെയ്ത എത്രയോ ലോക നേതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു 1980 നോബൽ സമ്മാനം കിട്ടിയ അർജന്റീനക്കാരൻ ഒരു എഴുത്തുകാരനുണ്ട്, അഡോൾഫ് പെരേസ് എസ്ക്യുവൽ. അദ്ദേഹം തന്റെ ഒരു പ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്, 1941-42 അദ്ദേഹം ഒരു കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പുസ്തക കച്ചവടക്കാരൻ, സെക്കൻഡ് ഹാൻഡ് പുസ്തകം വിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് 2 പുസ്തകങ്ങൾ കൊടുത്തു. അതിലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആത്മകഥ, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ സ്പാനിഷ് ഭാഷയിൽ തർജ്ജമ ചെയ്തതായിരുന്നു.
അതായത് ആ സമയത്ത് പോലും ഗാന്ധിജിയുടെ ആത്മകഥ അർജന്റീന പോലെ അത്രയും ദൂരമുള്ള രാജ്യത്തോട് എത്തിയിരുന്നു എന്നുള്ളതാണ് തെളിവാണ്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം പിന്നീട് പല സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുകയൊക്കെ ചെയ്തിരിക്കുന്നു. അതുപോലെ എത്ര മഹാത്മാക്കൾ, എത്ര വലിയ ആൾക്കാരൊക്കെ ഇന്നും ഗാന്ധിജിയുടെ ഫോളോവേഴ്സാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കൽ ബരാക് ഒബാമ, എല്ലാവർക്കും അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തോട് സ്റ്റുഡന്റ്, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യോത്തര വേള ഒരു വിദ്യാർത്ഥി ചോദിച്ചു, താങ്കൾ ആരുടെ ഒപ്പം ഒരു ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നു? ജീവിച്ചിരിക്കുന്നവോ മരിച്ചവർ ആരും ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഷോർലി ഇറ്റ് ഇസ് മൈ ഹീറോ മഹാത്മാഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. അതുപോലെ ഒരു തമാശയോടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അല്പം കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കും അല്പം കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന കാര്യമാണ്. ഇതാണ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി. ഗാന്ധി എന്ന് പറയുന്ന ഇതിഹാസം, ഗാന്ധി എന്ന് പറയുന്ന പ്രതിഭാസം, നമുക്ക് എന്ത് വേണം വിളിക്കാം. ഇന്ന് ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽസ് ഉണ്ട്. ഏതാണ്ട് 150ഓളം രാജ്യങ്ങൾ ഗാന്ധിയുടെ പോസ്റ്റേജ് സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. 50ഓളം രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ആത്മകഥ പോലും ഏകദേശം 30-ൽ പരം ഭാഷകൾ, ഇംഗ്ലീഷിൽ കൂടാതെ 30-ൽ പരം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഏകദേശം 13,000-ലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ബൈബിളിനും യേശു ക്രിസ്തുവിന് ശേഷം ഇത്രയും പുസ്തകങ്ങൾ എഴുതിയൊരു വ്യക്തി ലോകത്ത് കാണില്ല. അങ്ങനെയുള്ള വ്യക്തിയെ ഫാൻ ആവുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരിക്കലും ഈ വിഷയം ഇങ്ങനെ ഒരു പ്രഭാഷണം കേൾക്കുമെന്നുള്ള രീതിയിലല്ല ഞാൻ ഇതിനെ സമീപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഗാന്ധി വധത്തെ പറ്റിയും ഗോഡ്സെ പറ്റിയും ഒക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം മറ്റൊരു ആംഗിളിലായിരിക്കും ഇതിന്റെ പ്രസന്റേഷൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എങ്കിലും ബഹുമാനപ്പെട്ട ഡൊമിനിക് തോമസ് സാറ് ഗാന്ധിയെയും ഗാന്ധിയുടെ പ്രവർത്തന രീതികളെയും നമുക്ക് അടുത്തറിയാൻ തക്കവണ്ണം നമുക്ക് കാണിച്ചു തരുവാനാണ് ശ്രമിച്ചത്. അതിന് ഉപോത്ബലകങ്ങളായ പല ഡോക്യുമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ഈ ഒരു വെബിനാറിൽ വന്നില്ലായിരുന്നെ കാണാൻ സാധിക്കാത്ത പല ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ ചെക്കിന്റെ ഒക്കെ കോപ്പി കണ്ടപ്പോൾ കോരിത്തെരിച്ചുപോയി. അങ്ങനെ ഉള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഡോക്യുമെന്റ്സോടുകൂടി ഗാന്ധിജിയെ ഇത്ര മനോഹരമായിട്ട് ഗാന്ധിജിയെ നമുക്ക് കാണിച്ചു തന്ന ഡൊമിനിക് തോമസ് സാറിനോടുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇനി ഒഫീഷ്യൽ നന്ദി പിന്നാലെ ഉണ്ട്. എന്നാൽ പോലും ഇതൊരു വലിയ വേറിട്ട അനുഭവമായിരുന്നു. കാരണം ഒരിക്കലും ഈ രീതിയിലുള്ള അപൂർവമായ ഡോക്യുമെന്റ്സ് ഒക്കെ സാറിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. വളരെയധികം നന്ദി സാറ്. വളരെ മികച്ച ഒരു പ്രഭാഷണവും ഒരു കണ്ടെത്തലും, സാറിന്റെ അന്വേഷണം, മഹാത്മാഗാന്ധി അന്വേഷണം വളരെ സക്സസ് ആയിരുന്നു. ഞങ്ങളുടെ ഈ വേദിയിൽ സാറ് വന്നത് ഞങ്ങൾക്കും ഒരു സന്തോഷവും അഭിമാനവുമായിട്ട് മാറി. തീർച്ചയായിട്ടും വളരെ വളരെ നന്ദിയുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രഭാഷണം അവതരിപ്പിച്ചു കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണല്ലോ, ഓപ്പൺ ഫോറം ആണല്ലോ അതിനുശേഷം നടക്കുന്നത്. നമ്മൾ അതിനൊരു മാറ്റമൊന്നും ഇന്നുമില്ല. ഓപ്പൺ ഫോറത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് അത് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ സമയമൊക്കെ നോക്കി ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കണം. ഈ ഓപ്പൺ ഫോറത്തിനേക്കാൾ സംസാരിക്കാൻ താല്പര്യമുള്ളവര് സിസ്റ്റത്തില് ഹാൻഡ് റൈസ് ചെയ്യണം. അവിടെ ഇരുന്ന് കൈ പൊക്കിയാൽ പോരാ, സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ചിലർക്ക് അതിന് ബുദ്ധിമുട്ട് കാണും. അങ്ങനെ ആകുമ്പോൾ ചാറ്റ് ബോക്സിൽ ആ പേര് എഴുതിയിട്ടാൽ മതി, ഞാൻ അതനുസരിച്ച് വിളിച്ചോളാം. ഈ ഓപ്പൺ ഫോറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അടുത്ത ശനിയാഴ്ചത്തെ വെബിനാറിനെ പറ്റി ചെറിയൊരു അറിയിപ്പ് അറിയിക്കട്ടെ. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 7-ാം തീയതിയിലത്തെ പ്രഭാഷണം
പൂർണ്ണമായിട്ട് അതിന്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. ഒരു പ്രശസ്തനായ ഡോക്ടറിനെ കൊണ്ട് മെമ്മറിയെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. മിക്കവാറും അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഫേമസ് ആയ ഒരു ഡോക്ടറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതേ പാസ്വേഡിലും ഇതേ ലിങ്കിലും പ്രവേശിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു വിഷയമായിരിക്കും എങ്ങനെ ആയാലും അടുത്ത ശനിയാഴ്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ 3 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിലൂടെ. അവരുടെ ക്രമം അനുസരിച്ച് ഞാൻ വിളിക്കാം. ഇട്ടി സാറാണ് ഒന്നാമത്. പ്രൊഫസർ AV ഇട്ടിയാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. സാറിന് സംസാരിക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ചും ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡൊമിനിക് തോമസ് സാറിന് അദ്ദേഹം ചെയ്ത പ്രഭാഷണത്തിൽ എൻ്റെ അതുല്യത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ ആദരവോടുകൂടെ ഭാവുകങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ യാത്രകളുടെ മധ്യേ പലയിടത്തും അതിനായിട്ടുള്ള മഹാത്മാജിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ടതായ പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് അഹമ്മദാബാദിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ സന്ദർശിച്ച ഗാന്ധിയൻ ആശ്രമം. ഗാന്ധി അവിടെ ആയിരുന്നപ്പോൾ, ആശ്രമത്തിലായിരുന്നപ്പോൾ അദ്ദേഹം ആരംഭിച്ച ആശ്രമം ഉപയോഗിച്ചുള്ള അനേക വസ്തുക്കൾ അവിടെ ഇപ്പോഴും എക്സിബിറ്റ് പോലെ പ്രദർശിക്കപ്പെടുന്നുണ്ട്. ഡൊമിനിക് തോമസ് സാറിന്റെ ഈ പല പ്രത്യേകിച്ചും ഗാന്ധിജിയോട് ബന്ധപ്പെട്ടതായുള്ള കാര്യങ്ങൾ, ചെക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ഉൾപ്പെടെ ഒക്കെ കാണാൻ ഇടയായി തീർന്നപ്പോൾ ആ പഴയകാല ഇങ്ങനെയൊക്കെ സന്ദർശിച്ചതായിട്ടുള്ള ഓർമ്മകളെ കുറിച്ചൊക്കെ ഓർത്തുപോയി. അതുപോലെ തന്നെ അദ്ദേഹം ടൈറ്റസ് ജിയെ കുറിച്ച് പറഞ്ഞല്ലോ. 1972 തൊട്ട് 1972 തൊട്ട് 1979 വരെ ഞാൻ ഭോപ്പാലിൽ ജോലിയും പഠിത്തവും എല്ലാമായിട്ട് കഴിഞ്ഞുകൂടിയതായ സമയത്ത് ടൈറ്റസ് ജി അവിടെ ഉണ്ടായിരുന്നു. പ്രഥമ സഭയിലെ ഒരു മെമ്പറായിട്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പിൽക്കാലത്ത് അദ്ദേഹം ഗാന്ധിജിയോടുകൂടി ദണ്ഡി യാത്രയിലൊക്കെ പങ്കെടുത്ത ആളാണെന്നുള്ള കാര്യം യഥാർത്ഥം അന്നറിയത്തില്ല. അദ്ദേഹവും അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തത്തക്കവണ്ണമുള്ളതായ കാര്യങ്ങൾ ചെയ്തിരുന്നുമില്ല. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഈ ടൈറ്റസിയെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല, ഒരു ചെറിയ വ്യക്തിബന്ധം ഞാൻ നേരിട്ടല്ല എങ്കിലും മുമ്പേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു മകൻ ഇപ്പോഴും ബറോഡയിലുള്ള ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബറോഡ സന്ദർശിച്ചതായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കാനിടയായി. കാരണം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എൻ്റെ സഹധർമ്മിണിയുടെ ഫസ്റ്റ് കസിനാണ്, ജ്യേഷ്ഠത്തിനെത്തി മക്കളാണ്. ഞാൻ ആ പള്ളിയിൽ പ്രസംഗിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ ഭവനം സന്ദർശിക്കാനായിട്ട് ഇടയായി തീർന്നു. ഈവൻ അന്നേരം പോലും അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ഈ രീതിയിലുള്ളതായ കാര്യങ്ങളെ കുറിച്ചൊന്നും സൂചിപ്പിക്കുകയുണ്ടായില്ല. കാരണം അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ, അത് മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മഹാത്മജിയാണ്, എനിക്ക് വല്യപ്പന എന്ന് പറയുന്നതായുള്ള ഒരു ബന്ധത്തിൽ ആയിരുന്നിരിക്കണം ടൈറ്റസ് ജിയുടെ മക്കളൊക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ കണ്ടിരുന്നത്. ഏതായാലും ആ ഗതകാല സ്മരണകളൊക്കെ മനസ്സിൽ ഉയർന്നു വരുവാനായിട്ട് പ്രിയപ്പെട്ട ഡൊമിനിക് തോമസ് സാറിന്റെ ഈ പ്രഭാഷണം ഏറെ സഹായിച്ചു. എന്നാൽ ഒരു ട്രാജിക്കായിട്ടുള്ള ഒരു കമന്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മഹാത്മാഗാന്ധിയെ ഇങ്ങനെ ഓർക്കുന്നു, സ്മരിക്കുന്നു, ആദരിക്കുന്നു. ആരംഭത്തിലെ പ്രിയപ്പെട്ട വിൽസൺ പറഞ്ഞല്ലോ, ഇന്ന് മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതൽ ചില രാഷ്ട്രീയ മേഖലയിലോ ചില മതമേഖലയിലോ ഒക്കെ, മതം എന്ന് പറയുമ്പോൾ ചില രാഷ്ട്രീയ മേഖലയിലോ ഒക്കെ ആദരിക്കപ്പെടുന്നത് ഗോഡ്സെയാണ്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തകളുണ്ട്. ഒരളവിൽ ഗോഡ്സെ അദ്ദേഹത്തെ അന്ന് വധിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, പിൽക്കാലത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യരെന്ന് അഭിമാനിച്ചവരിൽ ആരെങ്കിലും തന്നെ. കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ അതിനുശേഷത്തെ
ഭരണമൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഗാന്ധിജിയുടെ പേര് പറഞ്ഞ ഇപ്പൊ നോട്ടിൽ വരെ ഗാന്ധിജിയെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഗാന്ധിജിയിൽ നിന്നും ഗാന്ധിയൻ സിദ്ധാന്തങ്ങളിൽ നിന്നും ഗാന്ധിയൻ പ്രയോഗങ്ങളിൽ നിന്നുമൊക്കെ ഭാരതം എത്രത്തോളം അകന്നുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഗോഡ്സെ അദ്ദേഹത്തെ കൊന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പിൽക്കാല ശിഷ്യന്മാരിൽ ആരെങ്കിലും ആ ഒരു സംഭവം ചെയ്തുകൂടായില്ലായിരുന്നു. കാരണം അദ്ദേഹം അത്രത്തോളം അവർക്ക് തലവേദന സൃഷ്ടിക്കുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ അദ്ദേഹം കടന്നുപോയി. ആ വന്യ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂപ്പുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് പ്രിയപ്പെട്ട ഡൊമിനിക് തോമസ് സാറിന് അവിടെ നന്ദി പറയുന്നു. ഡൊമിനിക് സാറിന് എന്തെങ്കിലും കമന്റ് അതിനോട് ചേർന്നുണ്ടോ? ഇല്ല, ഞാൻ സാബർമതി ആശ്രമത്തിൽ ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയുള്ള ഈ എക്സിബിറ്റ്സ് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജിയുടെ പോപ്പുലാരിറ്റി എന്തുമാത്രമാണെന്ന്. അവിടെയുള്ള ഈ ഗാന്ധിജിക്ക് ഒരു എഴുത്തുപുസ്തകങ്ങളുണ്ടല്ലോ, കവർ ഞാൻ പറഞ്ഞല്ലോ, ആ കവറിന്റെ അഡ്രസ് നോക്കണം നിങ്ങൾ. അവിടെ വെച്ചിട്ടുണ്ട്. ചിലടത്ത് എഴുതിയിരിക്കുന്ന ഹിന്ദിയിൽ എഴുതുന്ന ഗാന്ധിജി ജഹാ ഹോ വഹാം, അതാണ് അഡ്രസ് എഴുതിയിരിക്കുന്നത്. ചില ഫോറിൻ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതിയിരിക്കുന്ന ഗാന്ധി ഇന്ത്യ. പക്ഷെ ഈ കത്തുകളെല്ലാം ഗാന്ധിജിയുടെ അടുത്ത് ചെല്ലുമായിരുന്നു, അടുത്തവർ മിസ്സായിട്ടില്ല. ഈ കത്തുകളുടെയൊക്കെ കോപ്പികൾ ഇപ്പോഴും സാബർമതി ആശ്രമത്തിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കുന്നത്, നമ്മുടെ സാറിന്റെ പ്രഭാഷണത്തിൽ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞായിരുന്നു ഈ മീറ്റിങ്ങിലുള്ളത്. ആ വ്യക്തിയാണെന്ന് ഞാൻ ധരിച്ചുകൊണ്ട് സാബു മോൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ഒഫീഷ്യൽ നെയിം സാബു മോൻ എന്നാണ്. പക്ഷേ ഡൊമിനിക്കിനും എനിക്കും അറിയാവുന്നത് സാബു ഈശോ എന്ന പേരിലാണ്. ഞാൻ ഡൊമിനിക്കുമായിട്ട് ഏകദേശം 39 വർഷത്തെ പരിചയമുണ്ട്. 1987 ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ, ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. ആ സ്ഥലത്തു നിന്ന് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് മാറി, നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ കൊഹിമയില്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ എത്തി. ഞങ്ങൾ അവിടെ ഒരു സ്കൂളിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോയിൽ കിട്ടി. എനിക്ക് AG's ഓഫീസിലും ജോലി കിട്ടി. ഞാൻ വീണ്ടും ഡൽഹിക്ക്, അവിടെ നിന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എപ്പോഴേലും പള്ളിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും വെച്ച് മിനിമം ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടിരിക്കും, സുഹൃത്ത് പങ്കിടും. ഒന്നുകിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ അവിടെ താമസിച്ചിട്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് ചെന്നാലും. അങ്ങനെ ഒരു നല്ല ആത്മബന്ധം പുലർത്തിയിരുന്നു ഈ കാലയളവിലെല്ലാം. അദ്ദേഹം ഡൽഹിയിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ആയി, ഞാനും ഡൽഹിയിൽ വന്നു. കുറെ കാലത്തേക്ക് ഞങ്ങളുടെ കണക്ഷൻ വിട്ടുപോയിരുന്നു. കാരണം അന്ന് ഫോണുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, മൊബൈലുകളൊന്നും. പിന്നെ മൊബൈലും വാട്സപ്പും ഒക്കെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനിലൂടെ, ഒരു ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എനിക്ക് ലഭിക്കുകയും ഞങ്ങൾ വീണ്ടും പരിചയത്തിലാകുകയും ചെയ്തത്. പിന്നെ വർഷങ്ങളോളം ഞങ്ങൾ ഡൽഹിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ AG's ഓഫീസിൽ, ഇവിടെ CAG ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ മർത്തോമക്കാരനായ ഒരാള് ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്, ടൈറ്റസ് ജി, അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം ഭോപ്പാലുകാരനാണ്. ആ ഭോപ്പാൽ പള്ളിയില് അദ്ദേഹത്തിന്റെ മകൻ തോമസ് ടൈറ്റസ് ഉണ്ട്. ആ തോമസ് ടൈറ്റസ് നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ, ടെലിഫോൺ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ഞാൻ ഉടനെ തന്നെ, അർജന്റ് എത്രയും വേഗം കിട്ടിയാൽ നല്ലതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ ഭോപ്പാൽ പള്ളിയിലെ അന്നുണ്ടായിരുന്നതായ അച്ഛനെ വിളിച്ചു. ഞാൻ ന്യൂഡൽഹിയിലാണ്. അച്ഛനെ വിളിച്ചു, അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ചു. അവർ പറഞ്ഞുണ്ടല്ലോ തോമസ് ടൈറ്റസ് ഇവിടെ, ഞാൻ നമ്പർ തരാമല്ലോ എന്ന് പറഞ്ഞു. അധികം താമസിയാതെ തന്നെ 2 ദിവസത്തിക്കകം 2-3 ദിവസത്തിക്കകം ഞാൻ നമ്പർ സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു, ഞങ്ങളും ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ഇവിടെ കാണിച്ചതായ ബുക്ക് ഒരു കോപ്പി പ്രിയ ഡൊമിനിക്ക് എനിക്ക് തന്നിരുന്നു. ആ കോപ്പി എൻ്റെ കൈവശം ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതോ ഞാൻ ഒരു അച്ഛൻ അത് സംഭാവനയായിട്ട് കൊടുത്തോ, ഒരച്ഛൻ ചോദിച്ചിരുന്നു എൻ്റെ ഇന്ന് കൊടുത്തോ എന്നൊരു സംശയം കൂടെ ഉണ്ട് എനിക്ക്. എന്ന് വെച്ച് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം വളരെ ഒരു എന്താ പറയുന്നത്, കഥ എഴുത്തുകാരൻ, നാടകകൃത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങൾ ഒരുമിച്ച്
ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നാടകം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു അമച്വർ നാടകം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് അതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവിടുത്തെ സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ഷോലയിലെ ഒരു രംഗം വളരെ അതിമനോഹരമായ രീതിയിൽ ഒരു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതലേ ഈ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലാണ്. പിന്നെ ഗാന്ധിജിയെ കുറിച്ച് ഒരു ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഗാന്ധിജിയുടെ ഒരു വലിയ ഫാൻ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഫാൻ ആകുന്നതിന്റെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങള് പലപ്പോഴും ഒക്കെ കണ്ടുമുട്ടും. നാട്ടിൽ വരുമ്പോഴും കുറച്ച് നാളുകൾക്ക് മുമ്പ് 2-3 എൻ്റെ മകളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. എൻ്റെ മാതാവിന്റെ മരണത്തിന് പ്രിയ ഡൊമിനിക്കും കുടുംബവും പങ്കെടുത്തിരുന്നു. അങ്ങനെ സുഹൃത്ത് ബന്ധം വല്ലപ്പോഴും ഒക്കെ എപ്പോഴും ഒന്നും പറ്റുമില്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് പുള്ളി ഇതിന്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു, ഞാൻ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ എല്ലാ പ്രവർത്തനം നമ്മൾ കേൾക്കാത്തതായ കാര്യങ്ങൾ, അറിയാത്തതായ കാര്യങ്ങൾ, ഇതിന്റെ പുറകിൽ ഒത്തിരി പെയിൻ എടുക്കുന്ന ആളാണ് പ്രിയ ഡൊമിനിക്. അതെനിക്കറിയാം. വളരെ പെയിൻ എടുത്ത് ഇതിന്റെയൊക്കെ സസൂക്ഷ്മം ഇതിനെ പഠിക്കുന്ന ആളാണ്. അതൊന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. മൈന്യൂട്ട് കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം മൈന്യൂട്ട് കാര്യങ്ങൾ എല്ലാവരും വിട്ടുകളയുന്ന, എല്ലാവരും വലിയ വലിയ കാര്യങ്ങളെ എടുക്കത്തുള്ളൂ. എന്നാൽ മൈന്യൂട്ട് കാര്യങ്ങളിലും ചില സത്യങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട് എന്ന് അതിനെ തെരഞ്ഞെടുത്ത് ചകഞ്ഞെടുത്ത് അരിച്ചെടുത്ത്, നമ്മുടെ സ്വർണം അരിച്ചെടുത്ത് അതിനെ ഊതി എടുക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രത്യേക നേച്ചറാണ് പ്രിയ ഡൊമിനിക് തോമസ്. ആ നേച്ചറാണ് ഇത്തരം അതിസൂക്ഷ്മ കാര്യങ്ങളെ, നമ്മൾ അറിയാത്തതായ കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ കാരണമായത്. അദ്ദേഹം അതിനുവേണ്ടി രാത്രിയിൽ വളരെ മെനക്കെട്ടിരുന്ന് ഓറക്കളച്ചിരുന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പ്രിയ ഡൊമിനിക്കിനുള്ള നന്ദി, എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ വിഷയം ഒരു കാര്യം, ഡൊമിനിക് സാർ പറഞ്ഞ ആ പുസ്തകം ഇവിടെ ലഭിക്കുമെന്ന് അറിഞ്ഞാൽ ഉപകാരപ്പെടുന്നത്. ഡൊമിനിക് സാർ ആ പുസ്തകം കാരണം അദ്ദേഹം തോമസ് ടൈറ്റസ് സ്വയമേ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അത് 2016 5000 കോപ്പി അദ്ദേഹം വന്ന് പബ്ലിഷ് ചെയ്തിരുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. ഈ ഗ്രൂപ്പിൽ ഞാൻ വിൽസൺ സാറിന് അയച്ചു കൊടുക്കാം. സാർ വാങ്ങിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടും പുസ്തകം. കാരണം അതിനുശേഷം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് തോമസ് ടൈറ്റസ്. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇദ്ദേഹം ഈ പുസ്തകം മാരാമണ്ണ് ഒരു തവണ കൊണ്ടുവന്നപ്പം എനിക്കൊരു കോപ്പി തന്നിരുന്നു. അപ്പൊ ഇദ്ദേഹം പേഴ്സണലായിട്ട് ആളുകളോട് സംസാരിച്ച് ഇദ്ദേഹത്തിന്റെ ഫാദറിനെ പറ്റി പറഞ്ഞ് അങ്ങനെയാണ് തേവർതുണ്ടിയിലെയാണോ ദണ്ഡി യാത്രയ്ക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ പുസ്തകം പുള്ളി തന്നതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പം ഷെൽഫിൽ ഇങ്ങനെ തപ്പുമായിരുന്നു എവിടെയായിരുന്നുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അദ്ദേഹം പേഴ്സണൽ, എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ഇറക്കിയേക്കുന്നത്. ലേഔട്ടും ഒക്കെ വളരെ ഇതിന്റെ റൈറ്റപ്പ് ഒക്കെ വളരെ ഭാഷ നോക്കിയാൽ വളരെ 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 ഒത്തിരി ഇംപ്രൂവ്മെന്റിന് ആവശ്യമുള്ളതാണ്. പക്ഷേ അതിന്റെ ഉള്ളടക്കവും അതിന്റെ സ്പിരിറ്റും നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ പറ്റും. തോമസ് ടൈറ്റസിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കാം, വിൽസൺ സാറുമായിട്ട് ഷെയർ ചെയ്തേക്കാം. ഫിലിപ്പ് കല്ലട സാറ് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. 2 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രിയപ്പെട്ട ഡൊമിനിക് സാറിനൊരു നന്ദി. കാരണം ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഗാന്ധിജിയെക്കുറിച്ച്, ഗാന്ധിജിയുടെ അനുഭവങ്ങളെക്കുറിച്ച്, ഒരു പുസ്തകത്തിനും പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് 4-5 കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അത് കേട്ടത് വലിയ സന്തോഷമായി. കാരണം ഒരിക്കലും ആർക്കും അത് കേൾക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്, ആരും എഴുതിയിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കൃത്യതയോടുകൂടി പറയാൻ സാധിച്ചതിൽ ഉള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ടൈറ്റസ് സാറിനെ കുറിച്ചുള്ള റെഫറൻസ്, അങ്ങനെ ഒരാൾ അവിടെ പ്രവർത്തിച്ചിരുന്നു, ദണ്ഡിയാത്രയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം ഇന്നും പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് മർത്തമക്കാർക്കാർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ. ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഈ സമയത്ത് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. വളരെ നന്ദി അറിയിക്കുന്നു. 2ാമത്തെ കാര്യം എൻ്റെ ഒരു ആശ, അത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല.
ഗാന്ധിജി എന്ന മഹാനെ തമസ്കരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഭരണകൂടം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി കണക്കുകൂട്ടി വെടിവെച്ച് കൊലപാതകം നടത്തിയ സ്വയം സേവക് പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ വീരപരാക്രമിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനോടൊപ്പം ഗാന്ധിജിയെ നശിപ്പിക്കുവാൻ, ഗാന്ധിജിയുടെ പേര് ഇല്ലാതാക്കുവാൻ ഇന്നത്തെ രാഷ്ട്രീയ കച്ചവടക്കാർ മുൻപന്തിയിൽ നിൽക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പേരും പ്രശസ്തിയുടെയും കാരണം എന്നതാണെന്ന് അറിയാമോ? ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വന്ന മന്ത്രി എന്ന നിലയിലാണ്. ആദ്യമൊന്നും അദ്ദേഹം ഗാന്ധിജിയെ അവഗണിച്ചിരുന്നു. പക്ഷേ പല രാജ്യങ്ങളും ഗാന്ധിജിയാണ് തന്റെ ബഹുമാനത്തിന് കാരണമെന്ന് മനസ്സിലാക്കി ഗാന്ധിജിയെ ചീത്ത വിളിക്കുന്ന കാര്യം അദ്ദേഹം കുറച്ചു. എന്നാൽ പലപ്പോഴും ആ രാഷ്ട്രീയ കക്ഷിക്കാർ ഇന്നും ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ കഷ്ടപ്പെട്ട അനേക ആൾക്കാരെ തമസ്കരിക്കുകയും അവരെ നശിപ്പിക്കുകയും ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു ആവൽക്കരമായ ആശങ്കയാണ് എനിക്കുള്ളത്. അതിനെതിരെ പ്രതികരിക്കുവാനും അതിനുവേണ്ടി ശബ്ദമുയർത്തുവാനും കുറച്ചാളുകൾ മാത്രമേ ഇന്നുള്ളൂ. എല്ലാവരും അധികാരത്തിന് പിന്നാലെ മുൻപോട്ട് ഓടുകയാണ്. ആ ഒരു ആശങ്കയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുവാൻ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിന്തകളും ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനങ്ങളും നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശലോമോൻ അച്ഛന് ഇപ്പോൾ സംസാരിക്കാം. പ്രിയപ്പെട്ട ഡൊമിനിക് തോമസ് സാറിന്റെ സ്പീച്ച് ഏകദേശം ആരംഭം മുതൽ കേൾക്കാനായിട്ട് സാധിച്ചു. ഇന്ന് സാറിനോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് എന്നോട് ഇങ്ങനെ വിൽസൺ സാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യാത്രയും മറ്റു കാര്യങ്ങളുമായിട്ട് ആദ്യം ആ ടൈമിൽ എത്താനായിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. ഞാനും ഒരു ഗവേഷണ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസും കുറച്ച് വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് കിട്ടാത്ത കുറേ അധികം കാര്യങ്ങൾ സാറ് ഈ റേഡിയോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടും വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലും വളരെ ആഴമായിട്ടുള്ള ഒരു ഗവേഷണം, വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഡൊമിനിക് തോമസ് സാറിന്റെ എല്ലാ എഫർട്ടിനെ ഞാൻ വളരെ കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. സാർ പറഞ്ഞു നിർത്തിയതുപോലെയാണ്, ഇതൊരു പ്രതിഭാസമാണോ പ്രതിഭയാണോ വായിക്കുന്നവരും അറിയുന്നവരുമായ ആളുകളുടെ രീതികൾക്കനുസരിച്ച് ഗാന്ധിജിയെ ഒരു ചിമിഴിനകത്തും അടയ്ക്കാൻ പറ്റാത്തതുപോലെ ഉള്ള വ്യക്തിത്വമാണ്. വിമർശനങ്ങൾക്ക് അതീതനായിട്ടുള്ള വ്യക്തി എന്നൊന്നും നമ്മൾ പറയണ്ട. എന്നാൽ വിമർശിക്കുന്ന ഏതൊരാളെയും അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗാന്ധിജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകട്ടെ, അദ്ദേഹത്തിന്റെ മതമാകട്ടെ, അദ്ദേഹത്തിന്റെ ആത്മീയതയാകട്ടെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക തത്വശാസ്ത്രമാകട്ടെ, ഇതെല്ലാം നമ്മൾ കാണുന്ന പൊതുരീതികളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഇതിന്റെ എല്ലാം ഉള്ളടക്കത്തിൽ ഒരു ധാർമ്മികതയുടെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയത്തിലും മതത്തിലും ആത്മീയതയിലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയുടെ വളരെ ആഴമായ ഒരു ഉള്ളടക്കം അദ്ദേഹത്തിന്റെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ്. അതുതന്നെയാണ് ലോകത്തെ ഇന്ന് അതിശയിപ്പിക്കുന്ന കാര്യവും. അദ്ദേഹം ഏതേത് രംഗങ്ങളിൽ പരാജയപ്പെട്ടു എന്നതോ ഏതേത് രംഗങ്ങളിൽ വിജയിച്ചു എന്നതിനേക്കാൾ അദ്ദേഹം ലോകത്തിന്റെ മുൻപിൽ വരച്ചു കാണിച്ചിട്ടുള്ള ഒരു ധാർമ്മികതയുടെ പാഠങ്ങൾ, അത് ഇപ്പോൾ ടൈറ്റസ് ജി പറഞ്ഞ ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നത് പോലെ ആളുകളെ ചിന്തിപ്പിക്കാൻ സഹായകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സാറ് വളരെ ആഴമായിട്ട് ഈ ഒരു വിഷയം അവതരിപ്പിച്ചു, വളരെ ശാന്തമായിട്ട്. എന്നാൽ ഇപ്പോൾ വിൽസൺ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചത് ഒരു സംഗീതം പോലെ എല്ലാവർക്കും അനുഗ്രഹകരമായിരുന്നു. സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് ഈ ലോകത്തിന്റെ മുന്നിൽ, ഇന്നത്തെ ലോകത്തിന്റെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. ഇതൊരു ക്രിസ്ത്യൻ സ്റ്റഡി ഫോറമാണ്, ഞങ്ങളുടെ ലൈറ്റഡ് ടു ലൈറ്റഡ് സ്റ്റഡി ഫോറം എന്ന് പറയുന്നത്.
മതവും ആത്മീയതയും ഒക്കെ ധാർമ്മികതയിൽ നിന്നും ശരിയായിട്ടുള്ള ആത്മീയതയിൽ നിന്നും അകലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നാട് ഓടുമ്പോൾ നടുകെ ഓടണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നടുകെ മാത്രം ഓടിയാൽ പറ്റത്തില്ല എന്ന് സമൂഹത്തോട് ഓർമ്മിപ്പിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല അവസരമായിരുന്നു. സാറിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫാദർ. താങ്ക് യു. ഡൊമിനിക് സാറ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ മനസ്സിൽ ഈ 2-3 പേരുടെ കമന്റ്സ് കേട്ടപ്പോൾ തോന്നുന്നു ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലഗേരകം മുന്നാപ്പ എന്ന സിനിമ മിക്കവാറും ഒരു പക്ഷേ നല്ല ഹിന്ദി അറിയാവുന്നവർ കണ്ടിട്ട് കാണും. അതിനകത്തൊരു സീനുണ്ട്. അതായത് ഗാന്ധിജിയെ പറ്റി ഇന്നത്തെ പൊതുജനങ്ങളുടെ ഒരു 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 കാഴ്ചപ്പാടാണ് അത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത്, ഇന്ന് രണ്ടുപേർ സംസാരിക്കണ്ട, ഹീറോയും സൈഡ് ഹീറോ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ചോദിക്കുന്നു, ഒരാൾ പറയും ഇന്ന് October 2 പറയും, മറ്റവൻ പറയും അതിനെന്താന്ന് ചോദിച്ചു, പറയും ഓ ഇന്ന് ഡ്രൈഡേ അല്ലേ. കാരണം ആദ്യം അവരുടെ മനസ്സ് വന്ന സംഭവമാണ്. അല്ലല്ല, ഇന്ന് ബാപ്പുവിന്റെ ജന്മദിനം എന്ന് പറഞ്ഞു. ബാപ്പു ആരാ എന്നിങ്ങനെ ചിന്തിച്ച ആൾ പറഞ്ഞു, ആ നോട്ടെ ഫോട്ടോ കാണുന്ന ആള്, ഈ 2 നോട്ടുവാല, ആ നോട്ടേൽ നമ്മുടെ 50 രൂപ 100 രൂപ നോട്ട് എടുത്തത് കാണുന്ന ഫോട്ടോ. ആ ഒരു ചിന്താഗതി അല്ല, ആ ലെവലിലേക്ക് ഗാന്ധി താന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ഇന്നത്തെ കാരണം ഇന്നത്തെ നമ്മുടെ വിൽസൺ സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഗാന്ധിയുടെ പ്രസക്തി കുറഞ്ഞിരുന്നതിനുള്ള വലിയൊരു തെളിവായിരുന്നു ആ സിനിമ. പക്ഷെ അത് വളരെ നന്നായിട്ട് പിന്നീട് അവർ ആ സിനിമ എക്സ്പ്രസ് ചെയ്തെങ്കിലും തുടക്കത്തിൽ ഈ ആറ്റിറ്റ്യൂഡ്, ഈ സംഭാഷണം ഇന്നത്തെ നമ്മുടെ സമൂഹം, ഇന്നത്തെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം, ഗാന്ധിജിയെ അറിയപ്പെടുന്നത് നമ്മളെക്കാളും കൂടുതൽ വെളിയിലാണ്. കാരണം ഗാന്ധിജിയുടെ ജന്മദിനം എന്ന് പറഞ്ഞാൽ October 2 ഇന്റർനാഷണൽ ഡേ ഓഫ് ടോളറൻസ് ആൻഡ് നോൺ വയലൻസ് ആയിട്ട് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഗാന്ധി ഭക്തന്മാരും ഗാന്ധി അനുയായികളും ഗാന്ധി ഫോളോവേഴ്സും നമ്മുടെ നാട്ടുകാരുടെ കൂടുതൽ മറ്റുള്ളിടത്താണുള്ളത്. സത്യമാണത്. പക്ഷെ അവര് ആദരിക്കുന്നു, അനുകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളോ? ആ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട സമയമാണ്. ശരിക്കും ഗാന്ധിജിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് സംശയിക്കാൻ മറ്റൊരു കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു. ശരാശരി 60-70 ആൾക്കാർ പങ്കെടുക്കുന്ന ഈ വെബിനാറിലെ ഇന്നത്തെ ഏറ്റവും കൂടിയ നമ്പർ 40 ആയിരുന്നു. അതും പ്രസക്തി നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതിൻ്റെ ഒരു സംശയം എന്നിലെ ഉടലെടുപ്പിക്കുവാൻ പര്യാപ്തമായി. ഇന്നത്തെ ഈ പ്രഭാഷണം മോഡറേറ്റ് ചെയ്യേണ്ട വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഞാൻ സോളമൻ അച്ഛൻ എന്ന് വിളിക്കുന്ന റവറൻഡ് ഡോക്ടർ കെ ശലോമോൻ. എന്നാൽ അച്ഛൻ്റെ ട്രെയിൻ ലേറ്റ് ആയി പോയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത്. ഇപ്പോൾ 2 പേരൂടെ ഇനി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രാജു ഫിലിപ്പ് സാറും മറ്റേത് ഡി സുനിൽ അച്ഛനുമാണ്. രാജു ഫിലിപ്പ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. മഹാത്മാഗാന്ധിയിലെ നോൺ വയലൻസിൻ്റെതായ അഭിവാദനങ്ങൾ. നമ്മുടെ വിൽസൺ സാറ് സൂചിപ്പിച്ചതുപോലെ, അതായത് ഇന്നത്തെ ഡൊമിനിക് തോമസ് സാറിൻ്റെ പ്രസൻറ്റേഷൻ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ വളരെ ചെങ്ക ഇടിച്ചു പോയി എന്നാണ്. അതായത് കോരിത്തെറിച്ചു പോയി, അഭിമാനം കൊണ്ട് കോരിത്തെറിച്ചു പോയി. അദ്ദേഹം മഹാത്മാഗാന്ധി എഴുതിയ എഴുത്തും അതുപോലെ തന്നെ ഒപ്പിട്ടതായ ചെക്കുമൊക്കെ ഇവിടെ നേരിട്ട് അവതരിപ്പിച്ചപ്പോൾ വളരെയധികം അഭിമാനം തോന്നി. അതുപോലെ ദിണ്ടി യാത്രയിൽ ഉണ്ടായിരുന്ന ഏക മലയാളി മാർത്തോമാക്കാരനാണെന്നുള്ള വെളിപ്പെടുത്തലും എന്നെ വളരെയധികം വളരെ അഭിമാനപ്പെടുത്തി. ഒരു സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ വക്കീലായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ അദ്ദേഹം തിരിച്ചു വന്നത് ഒരു മഹാത്മായായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാമല്ലോ, ഒരു ഫസ്റ്റ് ക്ലാസ് സൗത്ത് ആഫ്രിക്കയിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ TTR ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ തൊഴിച്ച് പുറത്തേക്ക് വിടുകയായിരുന്നു. അന്ന് തൊഴിച്ചതായിട്ടുള്ള
ടിക്കറ്റ് എക്സാമിനർ, അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയില്ല. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പേര് ലോകം മുഴുവനും അറിയപ്പെടുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ മഹാത്മാഗാന്ധി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു ഇമ്പാക്റ്റാണ് മഹാത്മാഗാന്ധി ഉണ്ടാക്കിയത്. യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് പലതും മഹാത്മാഗാന്ധി ഫോളോ ചെയ്തത്. An eye for eye will make the whole world blind. കണ്ണിന് പകരം പല്ലിന് പകരം പല്ല് എന്നത് പഴയ നിയമത്തേക്ക് മാറ്റിമറിച്ചതായ യേശു ക്രിസ്തുവിൻ്റെ അതേ കാര്യങ്ങൾ മഹാത്മാഗാന്ധി പറയുന്നത്. An eye for eye will make the whole world blind. കണ്ണിന് പകരം പെണ്ണ് എന്നുള്ള തീർച്ചയായിട്ടും ലോകത്തെ മുഴുവൻ അന്ധതയിലാക്കും. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ആ ഉപദേശങ്ങളൊക്കെ തന്നെയാണ് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയൊക്കെയും അങ്ങനെ ഇവിടെ പറയുന്നുണ്ടായി. നമ്മുടെ ബറാക് ഒബാമയൊക്കെയും സ്വാധീനിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് അനേകം നേതാക്കന്മാരെ സ്വാധീനിച്ചിട്ടുള്ളത്. പിന്നീട് ഈ കൂട്ടിച്ചേർക്കാനുള്ളത് ഓഗസ്റ്റ് 17-ാം തീയതി 1947 ഓഗസ്റ്റ് 14-ാം തീയതി 14-നും 15-നും ഇടയിൽ ഡൽഹിയിലെ എല്ലാ നേതാക്കന്മാരും കൂടിയപ്പോൾ അധികാരത്തിന് വേണ്ടി കൂടിയപ്പോൾ മഹാത്മാഗാന്ധി അന്നേരം ഡൽഹിയിൽ നിന്ന് ഏകദേശം ആയിരക്കണക്കിന് ദൂരെ കിഴക്കൻ ബംഗാളിൽ അവിടെ ഉണ്ടായിരുന്നതായ വർഗീയ ലഹള ശമിപ്പിക്കാനായിട്ട് അദ്ദേഹം അവിടെ ഈ പറയുന്നതായിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അധികാരത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അധികാരം സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ അധികാരമില്ലാത്തൊരു വ്യക്തി ഇത്രയധികം ലോകത്ത് മുഴുവനും പ്രശസ്തനായി മറ്റൊരു ഉദാഹരണവുമില്ല. തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെടാത്തതായ പല കാര്യങ്ങളും ബ്ലോമിംഗ് തോമസ് സാറിന് അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാറിന് പ്രത്യേകമായി നന്ദി പറയുന്നു. കൂടുതലായിട്ട് നീട്ടുന്നില്ല. ബാക്ക് ടു വിൽസൺ സാർ. അടുത്തത് ബഹുമാനപ്പെട്ട ഡി സുനിലച്ചൻ സംസാരിക്കും. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഗാന്ധി സ്മൃതിയോടനുബന്ധിച്ച് ഈ സെഷൻ സംഘടിപ്പിച്ച ലൈറ്റ് ടു ലൈറ്റിന്റെ ചുമതലക്കാരെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡൊമിനിക് സാറിനെ ഞാൻ മൊത്തം കേട്ടില്ലെങ്കിലും കുറച്ച് കേട്ടു. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുയായിയായ ടൈറ്റസ് ജി, അദ്ദേഹത്തിന്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ എനിക്ക് സമ്മാനിച്ചതാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഭോപ്പാലിലുള്ളൊരു മകനുണ്ടായിരുന്നു. അതുപോലെ ബറോഡയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനുണ്ട്. അദ്ദേഹത്തിന്റെ വീടൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ 4 വർഷക്കാലം ജബൽപൂർ ഉണ്ടായിരുന്ന വേളയിൽ ഇടയ്ക്ക് ഈ ടൈറ്റസ് ജിയുടെ വീടൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫിലിപ്പ് കല്ലട സാർ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ പ്രസക്തി അതിനെ വളരെയധികം തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശില് ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് അതിന് നേരെ വെടി ഉതിർത്ത് RSS BJP പ്രവർത്തകർ ഗാന്ധിയുടെ ചിത്രം കാണുന്നത് പോലും അവർക്ക് പേടിയാ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഗാന്ധിയുടെ ചിത്രം മാറ്റിയിട്ട് മറ്റു പലരുടെയും ചിത്രങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യ സമയ കാലയളവില് മാപ്പെഴുതി കൊടുത്ത ആളുകളും ഷൂ നക്കിയ ആളുകളും ഒക്കെയാണെന്ന് ഗാന്ധി ചിത്രം മാറ്റിയിട്ട് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഗാന്ധി തൊപ്പി ധരിക്കുന്ന ആളുകൾ അത് തൊപ്പി ധരിച്ച് അതിന്റെ ഷേപ്പ് പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുക. ഗാന്ധിയുടെ പേര് പറഞ്ഞു നടക്കുന്ന പല ആളുകളും ഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി ഖദർ ധരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗാന്ധി നമ്മുടെ മുമ്പിൽ ഉയർത്തിയ ചില പ്രതീകങ്ങളുണ്ട്. ഒന്ന് ഖദർ, ചർക്ക, ഉപ്പ് തുടങ്ങിയ പ്രതീകങ്ങൾ. ശരിക്കും ആ കാലഘട്ടത്തിൽ പല പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് ഗാന്ധി ഈ അടിമത്തത്തിനെതിരെയും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബ്രിട്ടീഷ്
അവരുടെ ഭരണ കുടിലതകൾക്കെതിരെയൊക്കെ പ്രവർത്തിച്ചത്. എൻ്റെ ശരീരം പോലും അദ്ദേഹത്തിൻ്റെ വേഷം പോലൊരു എനിക്ക് തോന്നുന്നു പ്രതീകാത്മകമായിട്ട് അത് ഉപയോഗിച്ചു. എന്നെ വളരെയധികം ഗാന്ധി സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ, ഞാൻ വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ച ഒരാളാണ്. അത് വളരെയധികം സ്വാധീനിച്ച ഒന്നാണത്. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് തന്നെ സ്കൂളിൽ പഠിക്കാനും ഉണ്ടായിരുന്നു. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിയുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഇംഗ്ലീഷ് 9 10 പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തിലുണ്ടായിരുന്നു. ഗാന്ധിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കോൺസ്റ്റന്റ് വാക്കിംഗ് ആണ്, നിരന്തരമായിട്ടുള്ള നടത്തയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമെന്ന് അദ്ദേഹം, അല്ലെങ്കിൽ അതിന് കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഗാന്ധി ഇന്ത്യയുടെ നെടുകയും കുറുകയും നടന്ന ഒരാളാണ്, ഒരു കൃശഗാത്രനായ മനുഷ്യൻ. നമ്മുടെ ഒരു ആധുനിക സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് ഒരു ഹീറോയാകാനുള്ള ആ രീതിയിലുള്ള ഒരു സൗന്ദര്യമുള്ള ആളൊന്നും അല്ലായിരുന്നു. മുടിയൊന്നും ഇല്ലാത്ത, പല്ല് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവിനെ മനസ്സിലാക്കിയ ഒരാളാണ്. ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണെന്ന് മനസ്സിലാക്കിയ ആളാണ്. ഞാൻ ഇന്നലെ ഇപ്പം ഈ തിരുവനന്തപുരത്ത് ഇപ്പോഴ് ഈ മാതൃഭൂമി അവരുടെ ഒരു ലിറ്റററി ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു പ്രഭാഷണം, ഇന്നത്തെ പ്രഭാഷണത്തിൽ പറയായിരുന്നു, ഈ ഗാന്ധിയും ഗോഡ്സെയും ഗീത വായിച്ച ആളുകളാണ്. ഗാന്ധി ഗീതയിൽ നിന്ന് വായിച്ചത് അഹിംസയാണെങ്കിൽ ഗോഡ്സെ വായിച്ചത് ഹിംസയാണ്. 2 സമീപനങ്ങൾ നമ്മൾ വേദോത്സവം വായിച്ചിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പോലെയാണ്. അപ്പൊ ഗാന്ധി അതിൽ അഹിംസ കാണുമ്പോൾ ഗോഡ്സെ കാണുന്നത് അതേ ഗീതയിൽ തന്നെ ഹിംസ കാണുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗാന്ധി വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ജോൺ റസ്കിന്റെ അണ്ടു ദ ലാസ്റ്റ്. അതുപോലെ തന്നെ വേദപുസ്തകം നന്നായിട്ട് വായിച്ച ആളാണ്, പ്രത്യേകിച്ച് സെർമൺ ഓൺ ദ മൗണ്ട്. ഗാന്ധി വളരെയധികം സ്വാധീനിച്ച ഒരു ഭാഗമാണ്. ഗാന്ധിയുടെ വലിയൊരു ആശയം, ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടൊരു ആശയമാണ് സർവോദയം അന്ത്യോദയം. ഞാൻ സബർമതി ആശ്രമത്തിൽ വളരെ തവണ, ഈ അഹമ്മദാബാദിൽ ആരെങ്കിലുമൊക്കെ, അഹമ്മദാബാദ് ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ ആരെങ്കിലും അഹമ്മദാബാദ് വരുന്ന സന്ദർഭത്തിൽ അവരെ കൊണ്ടുവന്ന്, ഗസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സബർമതി ആശ്രമം എന്ന് പറയുന്നത്. സബർമതിയിൽ ഇപ്പം ഒഴുകി വെള്ളമില്ല. നർമ്മദാ നദിയിലെ വെള്ളം കൊണ്ടുവന്ന് അവിടെ കെട്ടി നിർത്തിയിരിക്കുക. അപ്പൊ സബർമതി പോലും വറ്റിപ്പോയിരിക്കുന്നൊരു കാരണമില്ല. ഈ മോദി പോലും, അല്ലെങ്കിൽ RSSും BJPയും ഗാന്ധിയെ തമസ്കരിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഗുജറാത്തില് മോദി കൊണ്ടുവന്ന് കാണിക്കുന്ന, ഈ രാഷ്ട്ര നേതാക്കന്മാരെ കൊണ്ടുവന്ന് കാണിക്കുന്ന, വിശ്വസിച്ച് കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സബർമതി ആശ്രമം. മോദിക്കും അറിയാം ഗാന്ധി അത്രമാത്രം പ്രസക്തിയുള്ള ആളാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഗാന്ധിസം, ഗാന്ധിയൻ ഫിലോസഫിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഇവരെത്ര തമസ്കരിച്ചാലും ഗാന്ധിക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്നുള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗാന്ധിസത്തിന് നൽകുന്ന, ഗാന്ധിയൻ ഫിലോസഫിക്ക് നൽകുന്ന പ്രാധാന്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗാന്ധിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് സാറ് പങ്കുവച്ച ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. എനിക്കൊന്നു ഗാന്ധി കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ്, ഒരു ഐക്കണാണ്, ഒരു പ്രതീകമാണ്, ഒരു വികാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാരനൊരു വികാരം ഇല്ലെന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഗാന്ധി കുറച്ചാളോട് കഴിയുമ്പം, ഇടയ്ക്കടുത്തൊരിക്കൽ നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, ഗാന്ധിയെ രക്തസാക്ഷിയൊന്നും ആയതൊന്നും അല്ല, ഗാന്ധി സൈക്കിൾ ഇടിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇനി ചരിത്രം, ഇങ്ങനെ കള്ളചരിത്രം എഴുതുന്ന ആളുകൾ ആ രീതി പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗോഡ്സെ അല്ല വെടിവെച്ച് വന്നത്, അല്ലെങ്കിൽ അവര് ഗാന്ധി അത്രമാത്രം പേടിയുള്ളത് കൊണ്ട് തന്നെ, ഗാന്ധി ഉയർത്തിയ ചില തത്വങ്ങളെ പേടിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ഗാന്ധി കൊല്ലപ്പെട്ടുവെങ്കിലും ഇന്ന് ഗാന്ധിയൻ ഫിലോസഫി ശരിക്കും അത് ഉയർത്തെഴുന്നേറ്റ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രസക്തിയുണ്ട്. ഹിംസാത്മക ലോകത്തിൽ, ഇരുട്ടിന്റെ ഒരു ലോകത്തിൽ, തിന്മയുടെ ഒരു ലോകത്തിൽ ഗാന്ധിക്ക് പ്രസക്തിയുണ്ട്. ഗാന്ധിയെ നോട്ടിൽ ഒതുക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്കൊന്ന് നോട്ടിൽ ഒതുക്കി ഏത് കള്ളത്തരം കാണിക്കാനൊരു മാർഗമായിട്ടും ഗാന്ധിയുടെ പേരിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഏത് തോന്നിയാസങ്ങൾ കാണിക്കാനായിട്ട് ഗാന്ധി ഉപയോഗിക്കുന്നത് വളരെയധികം മോശമായൊരു കാര്യമാണ്.
എന്നാൽ ഗാന്ധി അതല്ല. ഗാന്ധി കുറച്ചും കൂടെ വ്യത്യസ്തമായൊരു ജീവിതത്തിന്റെ ഉടമയാണെന്നും ഇന്ത്യയെ ഇന്നും വെല്ലുവിളിക്കാൻ സാധിക്കുന്ന ഒരു വലിയ വികാരമാണെന്നും വലിയൊരു പ്രതീകമാണെന്നും മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ചർച്ച കുറച്ചും കൂടെ പ്രസക്തമാകുന്നത്. അതിനെ തിരികൊളുത്തിയ ഡൊമിനിക് തോമസ് സാറിനുള്ള പ്രത്യേക നന്ദി, സംഘടിപ്പിച്ച വിൽസൺ സാറിനും ടീമിനുള്ള പ്രത്യേക സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കും. താങ്ക് യു. അവസാനമായിട്ട് ഡൊമിനിക് സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരിക്കൽ എന്നെ എപ്പോഴും ഒരു അലട്ടിയ അല്ലെങ്കിൽ എനിക്കൊരു സംശയമുള്ളൊരു സമയത്ത് എന്തുകൊണ്ട് ജനങ്ങൾ ഗാന്ധിയോട് ഇത്രമാത്രം ഗാന്ധിയെ വിശ്വസിച്ചു? കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആണ്. ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിന്ന് എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളും നമുക്ക് മുമ്പിൽ ഇന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അന്ന് 10% താഴെ മാത്രം ലിറ്ററസി, ആൾക്കാർ എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ഒരു കാലത്ത് അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിച്ച ഒരു ജനതയുണ്ടായിരുന്നു ഇന്ത്യയിൽ. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ആൾക്കാർ ഇത്രമാത്രം വിശ്വസിച്ചു? അത് നല്ല വാഗ്മിയായിരുന്നില്ല, നല്ല പ്രാസംഗികനായിരുന്നില്ല. നെഹ്റുവിനെ പോലെയോ ഇന്ദിരാഗാന്ധിയെ പോലെയോ മോദിയെ പോലെ ഒന്നും ആൾക്കാരെ വാചക കസരത്തോടെ പിടിച്ചെടുത്താൻ പറ്റിയ ആളുമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തെ ആൾക്കാർ എന്തുകൊണ്ട് ഇത്രമാത്രം അനുസരിച്ചു, വിശ്വസിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്തു? അതൊരു എന്ത് പറയും, ഒരു പ്രോബ്ലം പോലെ അല്ലെങ്കിൽ എന്തോ ഒരു പസിൽ പോലെ എൻ്റെ മനസ്സിൽ പലരും നിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ കാര്യം ഇതാണ്: അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ സത്യസന്ധത. അദ്ദേഹം നമുക്ക് വേണ്ടി നിൽക്കും, നമുക്ക് വേണ്ടി നിൽക്കും എന്നുള്ള തോന്നല് അന്നത്തെ ജനതയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ നേർവഴിക്ക് നയിക്കും എന്നുള്ളത്. ആ ഒറ്റ ചിന്തയിലായിരിക്കും ആൾക്കാർ അദ്ദേഹം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദാണ്ഡി മാർച്ച് എന്ന് പറഞ്ഞ 1930 ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് എല്ലാ കടൽത്തീരത്തും ഇന്ത്യ മുഴുവൻ അന്ന് ഒത്തുകൂടിയത് ഉപ്പിനെതിരായിട്ടുള്ള ആ നിയമം ലംഘിക്കാൻ. അതിന്റെ കാരണം അദ്ദേഹം നമുക്ക് വേണ്ടിയുള്ള ആളാണ്, നമ്മുടെ സ്വരമാണ് അദ്ദേഹം എന്ന് നമുക്ക് തോന്നിയോണ്ടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വേറെ കാരണം ഞാൻ കാണുന്നില്ല. കാരണം അത്രയ്ക്ക് ആ മനുഷ്യൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് ആകാമായിരുന്നു, എന്ത് അധികാരം, എന്തും അദ്ദേഹത്തിന് കൈവശം വേണമെങ്കിൽ കിട്ടുമായിരുന്നു. എല്ലാം വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യനാണ്. അതാണ് എന്നോട് കല്യാണം പറഞ്ഞ്, ഗാന്ധി സാക്രിഫൈസ്ഡ് എവറിത്തിങ്. ഹിസ് കരിയർ, ഹിസ് എഡ്യൂക്കേഷൻ, ഹിസ് ഫാമിലി, പോസിബിൾ വെൽത്ത്, ലക്ഷറി ലൈഫ് എല്ലാം അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത വ്യക്തിയാണ്. അവസാനം അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, കസ്തൂർബാ ഗാന്ധി അസുഖം കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, കസ്തൂർബാ ഗാന്ധിയോട് പറഞ്ഞു ഉപ്പ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പം കസ്തൂർബാ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അന്നേരം ഗാന്ധി പറഞ്ഞു അങ്ങനെ പറയരുത്, കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല ഡോക്ടർ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്നേരം കസ്തൂർബാ ഗാന്ധി ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, നിങ്ങളെ കൊണ്ട് പറ്റും ഉപ്പ് ഉപേക്ഷിക്കാൻ? ഗാന്ധി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും. അന്ന് മുതൽ ഗാന്ധി പിന്നെ മരണം വരെ ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കല്യാണം പറയുന്നത്. അതാണ് ആ സാക്രിഫൈസിങ് മൈൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. അതിനെയാണ് ഞാൻ ഐ ക്യാൻ ഓൺലി ബൗ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഇൻ റെവറൻസ് ഫോർ വാട്ട് ഹി ഡിഡ്. നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഡൊമിനിക് സാറ് വളരെ മനോഹരമായ ഒരു സെഷൻ ഇന്നെടുത്തു. അതിന് ഒഫീഷ്യലായിട്ട് നന്ദി വരുന്നുണ്ടെങ്കിൽ കൂടിയും സാറ് ഈ സമയത്ത് അവതരിപ്പിച്ചതിനോട് ഏറ്റവും ഞാൻ വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി അറിയിക്കുക. എനിക്കത് അത്രയ്ക്ക് അധികം ഇഷ്ടപ്പെട്ടു ഈ സെഷൻ. പിന്നെ സാറിനെ നമുക്ക് വേണ്ടി ക്രമീകരിച്ചു വന്നത് ഡൽഹി കരോൾ ബാഗിലുള്ള നമ്മുടെ മിക്കവാറും എല്ലാ സെഷനിലും സജീവമായി പങ്കെടുക്കുന്ന ഷെർലി ജേക്കബ് മാഡമാണ്. മാഡത്തിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ഈ വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം സോളമൻ അച്ഛൻ പ്രാർത്ഥിച്ച് രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ലൈറ്റർ ടു ലൈറ്ററിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട VI ജേക്കബ് സാർ ഇപ്പോൾ
ഒഫീഷ്യൽ ഓട്ടോ താങ്ക്സും നടത്തുന്നതായിരിക്കും. പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 289 ലൈവ് വെബിനാർ ആണല്ലോ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 289 വെബിനാറുകൾ മുടക്കം കൂടാതെ നടത്തുവാനായിട്ട് നമുക്കിടയായി. എല്ലാ ശനിയാഴ്ചയും പ്രകാരവും വെബിനാർ നടത്തുന്നതിന് ദൈവം സഹായിച്ചു. അതിനായിട്ട് ആദ്യമായിട്ട് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കൃതജ്ഞത ആരംഭിക്കട്ടെ. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ശ്രീ ഡൊമിനിക് തോമസ് ആണല്ലോ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആദ്യമേ വളരെ വിശദമായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ പറഞ്ഞല്ലോ, അതുപോലെ ബെന്നി പറഞ്ഞു. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനിനി അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാനായിട്ട് ഈ പ്രഭാഷണത്തിലൂടെ അത് നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ മഹാത്മാഗാന്ധി അന്വേഷണങ്ങൾ, അത് ശരിക്കും അത് ഒരു അന്വേഷണത്തിന്റെ ഒരു കുറിപ്പ് തന്നെയായിരുന്നു അത് ഇവിടെ നമുക്ക് ലഭിച്ചത്. സാധാരണ ഗാന്ധിയെ കുറിച്ച് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്, അതിനപ്പുറമായിട്ട് ഗാന്ധിജിയുടെ യഥാർത്ഥ വ്യക്തിത്വം എന്തായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ പല സാധാരണ ജീവിതത്തിലെ സംഭവങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം റിസർച്ച് ഒക്കെ നടത്തി, വളരെ അതിനുവേണ്ടി അധ്വാനിച്ച് അദ്ദേഹം ഗാന്ധിജിയുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിജി എന്തുമാത്രം ഒരു വൈരുദ്ധ്യങ്ങളുടെ ഉള്ള വ്യത്യസ്തനായ ഒരു വ്യക്തിത്വമായിരുന്നു, എത്ര വലിയൊരു മഹാത്മാവായിരുന്നു അദ്ദേഹം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം ഇവിടെ നമുക്ക് തുറന്നു കാട്ടിത്തരികയാണ് ഉണ്ടായത്. ഞാൻ ഈ സമയത്ത് ആലോചിക്കുകയായിരുന്നു, മഹാത്മാഗാന്ധി ഈ കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഇത് ഗാന്ധിജി എത്രമാത്രം ഇന്നത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണകൂടങ്ങള് അതിനെ സ്വാഗതം ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യും, ഇന്നത്തെ ജനത എന്തുമാത്രം അതുമായിട്ട് സ്വാഗതം ചെയ്യുമെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹം, അതുപോലെ തന്നെ ആയുധമില്ലാതെ ഉള്ളതായ സമരം, അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ, സത്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ, സിമ്പിളായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതം, ഇതെല്ലാം എന്തുമാത്രം ഇന്നത്തെ ലോകം അത് ാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ സ്വീകരിക്കുമായിരുന്നു എന്നുള്ള വലിയൊരു സംശയം എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഒക്കെ സംഭവങ്ങൾ നമ്മുടെ സമീപകാലത്ത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഈ ഗാന്ധിജിയെ പറ്റി ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ചിത്രം നമുക്ക് വരച്ചു കാണിച്ചു തന്ന ശ്രീ ഡൊമിനിക് തോമസിനോടുള്ള ഹൃദയംഗമായ നന്ദി, സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം അദ്ദേഹത്തിനത്തെ ഇവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷെർലിയോടുള്ള നന്ദിയും ഞാനിവിടെ അറിയിച്ചു കൊള്ളട്ടെ. നമുക്ക് ഇവിടെ മുഖ്യ പ്രാരംഭ ഗാനം ആലപിച്ചത് സിനി ജയിച്ചൽ മാത്യു ആണ്. ഇതിനു മുമ്പും പല പ്രാവശ്യം നമുക്ക് ഇവിടെ സഹകരിച്ചിട്ടുണ്ട്, ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, പ്രാരംഭ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സിനിയോടുള്ള നന്ദി, പ്രാരംഭ പ്രാർത്ഥന നടത്തി ഗാനം ആലപിച്ചതിനുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. നമുക്കിവിടെ മോഡറേറ്റ് ചെയ്തത് വിൽസൺ കരിമ്പന്നൂരാണല്ലോ. സോളമൻ അച്ഛനെ വരാൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ചുമതല ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത വിൽസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഇവിടെ വിൽസന്റെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ എല്ലാമായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇതിനെ എത്രത്തോളം പെയിൻ എടുത്താണ് ഇതിന് ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു.
നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ജോസ് മാത്യു, നെറൂർ ഇടവകയിൽ നിന്നുള്ള ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനോടുള്ള നന്ദി ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ നമുക്ക് തുടർ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഈ വിഷയത്തിന് കൂടുതൽ വിശാലത വരുത്തി ഗാന്ധിജിയെ പറ്റി ഇത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മളുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന, ആശീർവാദം, ഇതിനെല്ലാം ഉള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ. കോളൻ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും രാജുവഞ്ചേരി അച്ഛൻ ആശീർവാദം നൽകുകയും ചെയ്യുന്നു. ഞങ്ങളെ വാത്സല്യമായും സ്നേഹിക്കുന്ന ദൈവമേ, നിന്റെ നല്ല സാക്ഷികളായി ലോകത്തിൽ ജീവിപ്പാൻ നീ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുവാനും ചിന്തിക്കുവാനും അവസരം നൽകുക. ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അസമാധാനങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്കും ഒക്കെ നയിക്കുന്ന വെളിച്ചങ്ങളായി, വഴിവിളക്കുകളായി അനേക ആളുകൾ സമൂഹത്തിലുണ്ടായിരുന്നു. അതിലേറ്റവും ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ഭാരതത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ട, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ ഉദ്ധാരണത്തിനും വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു മഹത് വ്യക്തിയാണല്ലോ ഗാന്ധിജി. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മീയമായ ആഴം, ധാർമ്മികതയുടെ നല്ല വെളിച്ചം, കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൈര്യം, ഇതെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും മനസ്സിലാക്കുവാനായിട്ട് ഒരു രാഷ്ട്രത്തിനും ലോക സമൂഹത്തിനും ആകമാനം സഹാധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല ചിന്തകൾ ലോകത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിൽ ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ സാധിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുറെ കൂടെ അർത്ഥപൂർണമായി ജീവിക്കുന്നതിനുള്ള വലിയ ഒരു വെല്ലുവിളിയായി കാണുവാനായിട്ട് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഗാന്ധിജിയുടെ ജീവിതത്തെ വളരെ വ്യക്തതയോടെ ഞങ്ങൾക്ക് അവതരിപ്പിച്ച ഡൊമിനിക് തോമസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായും വ്യക്തിപരമായ താല്പര്യത്തിലും വളരെ ആഴമായ അന്വേഷണം നടത്തുവാനായിട്ട് സഹായിച്ചല്ലോ. അതിലൂടെയൊക്കെ ലഭ്യമായിട്ടുള്ള നന്മകൾ ലോകത്തിൻ്റെ മുന്നിൽ അത് പ്രിയപ്പെട്ട ഡൊമിനിക് തോമസ് സാറിന് നേടിക്കൊടുത്തിട്ടുള്ള വിവിധങ്ങളായ നല്ല അനുഭവങ്ങൾ, അതിനെല്ലാം നന്ദി പറയുന്നു. ആ നല്ല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും ഈ വൈകുന്നേരം കേൾക്കുവാനായിട്ടും ഇടയായല്ലോ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറത്തെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ക്രമമായിട്ട് ചേർന്ന് വരുവാനും വിവിധങ്ങളായ വിഷയങ്ങളെ പറ്റി ആഴമായിട്ടുള്ള നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് സാധ്യമാകുന്ന ഒരു ഫോറമായിട്ട് നിലനിൽപ്പാൻ സാധിക്കുന്നല്ലോ. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്റെ കൃപയുണ്ടാവുകയും കാലോചിതമായി കാലാനുസരണമായി കാര്യങ്ങളെ മനസ്സിലാക്കി വിവേചിച്ച് ഒരു ക്രൈസ്തവ സാക്ഷ്യമുള്ള സമൂഹമായി നിന്നോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് വിവിധ രീതിയിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് വിൽസൺ കരിമ്പന്നൂർ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറത്തിൻ്റെ അഡ്മിന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വിവിധ രീതിയിൽ പങ്കെടുത്തവരെ ഓർക്കുന്നു. വളരെ കാര്യമായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുവാൻ പോകുമ്പോൾ നല്ല വിശ്രമവും ഉറക്കവും നൽകി ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ. നാളെ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ പ്രത്യേകിച്ചും ആരാധനകളിലും ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നവരോടൊപ്പം നിന്റെ കൃപയുണ്ടാകണം. ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ എല്ലാവരോടും നിന്റെ സാന്നിധ്യവും കൃപയുണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.